നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മണ്ണിൽ എല്ലുമുറിയെ പണിയെടുത്ത് വന്യമൃഗങ്ങളോടും പ്രതികൂല കാലാവസ്ഥയോടും ഒക്കെ പടവെട്ടി നാടിനെ മുട്ടുന്ന എല്ലാ കർഷകരോടും ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഷെക്കേന ബിഗ് ഡിബേറ്റ് ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് വന്നെത്തി നിൽക്കുന്നത്. പലപ്പോഴും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മോഹനസുന്ദര വാഗ്ദാനങ്ങളുമായി രാഷ്ട്രീയക്കാർ നമ്മുടെ വീടുകൾ കയറിയിറങ്ങും. ആ കയറി ഇറങ്ങുന്ന അവസ്ഥയിൽ പലപ്പോഴും പലരും വിസ്മരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നാടിനെ അന്നമൂട്ടുന്ന നമ്മുടെ പ്രിയപ്പെട്ട കർഷകർ നൂറ് വേദനകളിലൂടെ, പ്രതിസന്ധികളിലൂടെയാണ് ഈ നാളുകളിൽ കർഷകർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വന്യമൃഗശല്യം, ബഫർ സോൺ, അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഭൂപ്രശ്നങ്ങൾ, കാലാവസ്ഥയുടെ വ്യതിയാനം, അങ്ങനെ നൂറ് പ്രശ്നങ്ങളുമായി കർഷകർ നമ്മുടെ ചുറ്റിലും കണ്ണീരോടെ ജീവിക്കുകയാണ്. കർഷകരുടെ കണ്ണീരിന് ആര് പരിഹാരം കാണും? പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ കർഷകർ ഒരു രാഷ്ട്രീയമായിട്ടുള്ള, വളരെ നിർണായകമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചു. ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇനി ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു മലബാറിന്റെ മണ്ണിൽ നിന്നും കർഷകനായിട്ടുള്ള ശ്രീ ജോഷുവ വെള്ളരിക്കുണ്ട്. ഒപ്പം തന്നെ കിഫയുടെ നേതാവ് ശ്രീ അലക്സ് ഒഴുകയിൽ, ഒപ്പം ഇടുക്കിയിൽ നിന്നും കർഷകനും മാധ്യമ പ്രവർത്തകനും കൂടിയായിട്ടുള്ള ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ജോഷുവ വെള്ളരിക്കുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, മനസ്സിലാക്കുന്നു. ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ പാർട്ടികളിലും പെട്ട നേതാക്കളും അംഗങ്ങളും അണികളും ഒക്കെ നമ്മുടെ വീടുകളിലേക്ക് വരാൻ പോകുന്നു, വാഗ്ദാനങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന രാഷ്ട്രീയക്കാരോട്, കർഷകർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ എന്താണ് പറയാനുള്ളത് ശ്രീ ജോഷു? ഒന്നേ പറയാനുള്ളൂ. ഒന്ന്, ഞങ്ങളുടെ മുകളിൽ, തലയ്ക്ക് മുകളിൽ കയറ്റി വെച്ചിരിക്കുന്ന, ഞങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്ത വലിയ നികുതി ഭാരം എടുത്തു നീക്കണം. നിങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റുന്നവരല്ല. ഡൊണാൾഡ് ട്രംപ് മറ്റു ലോകരാഷ്ട്രങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയ പോലെ അവിടെ ഒരു നികുതി അല്ല. അതിനു മുകളിൽ ഒരു നികുതിയാണ് ഈ പാവപ്പെട്ട കർഷകരുടെ മേലെ കേരള സർക്കാരുകൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇങ്ങനെ കണക്ക് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കാരണം ഇന്ത്യയിൽ വേറൊരു സാധനത്തിന് നികുതി വെറുതെ നമ്മൾ റബ്ബറിന്റെ തടി തിരിച്ചുകൊണ്ട് പോയാൽ 18% നികുതി കൊടുക്കും. 1 ലക്ഷം രൂപയുടെ മരമാണ് ഞാൻ വിൽക്കുന്നതെങ്കിൽ, എന്റെ പ്ലൈവുഡ് കമ്പനി ചെല്ലുന്നതെങ്കിൽ അതിന് അവിടെ 18%, 12,000 രൂപ നികുതി അടയ്ക്കും. ഈ 15,000 രൂപ ലോറിയുടെ വാടക, 15,000 രൂപ ലോഡിങ് കൂലി, പിന്നെയും 15,000 രൂപ ഇത് മുറിച്ചതിന് ചെലവ്, ഒരു 50,000 രൂപ ചെലവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. ശരിക്കും പറഞ്ഞാൽ 50,000 രൂപ കൃഷിക്കാരന് കിട്ടുമ്പോൾ കൃഷിക്കാരന് ഏകദേശം 18,000 രൂപ പറഞ്ഞാൽ 36% നികുതി കൊടുക്കേണ്ട ഗതികളാണ്. രണ്ടാമതായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള കാരണം, ഈ കർഷകന്റെ മുകളിൽ എടുത്തു വെച്ചിരിക്കുന്ന ഈ ദുർവഹമായ നിയമങ്ങൾ, അല്ലെങ്കിൽ അതിക്രൂരമായ നിയമ ഉരുക്കുകൾ അഴിച്ചു തരണം. ഭൂനിയമങ്ങള്, വന നിയമങ്ങള്, പിന്നെ ഈ കാർഷിക സാധനങ്ങൾ കൊണ്ടുപോകുമ്പോഴുള്ള ടാക്സിന്റെ നിയമങ്ങൾ. ഇപ്പൊ ഞാനൊരു 100 കിലോ റബ്ബറും കൊണ്ട് കടയിൽ പോവുകയാണെങ്കിൽ കച്ചവടക്കാരന് കച്ചവടം ചെയ്തതിന് ശേഷം അതിന്റെ ഇ-വേ ബില്ല് തയ്യാറാക്കിയതിനു ശേഷം വാഹനത്തിൽ കയറ്റാൻ പറ്റും. അത് ഞാൻ മരം കൊണ്ടുപോയാലും പഴം പച്ചക്കറി വെച്ച് ബാക്കി എന്തി കൊണ്ടുപോയാലും ഈ കർശനമായ നിയമങ്ങളാണ്. വനത്തിനടുത്ത് കിടക്കുന്നുണ്ടോ, വനത്തിന് അകലെ കിടക്കുന്നുണ്ട്, വനമേ ഇല്ലാത്ത ജില്ലയിൽ കിടക്കുന്നവനാണ് ഈ വന നിയമങ്ങൾ ഞങ്ങളെ വലയ്ക്കുകയാണ്. പിന്നെ ഉള്ളത് തണ്ണീർത്തട നിയമങ്ങള്, ഭൂനിയമങ്ങള്. ഈ നിയമങ്ങൾ കൊണ്ട് ഞങ്ങൾ ഒരു തരത്തിൽ കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. മൂന്നാമത്തെ വിഷയം, കാർഷിക വസ്തുക്കളുടെ വില സ്ഥിരതയില്ലായ്മയാണ്. വില തകർച്ചകളൊന്നും പറയുന്നില്ല, കാർഷിക വസ്തുക്കൾക്ക് വില കുറയാം, പക്ഷെ ഒരിക്കലും ഒരു സ്ഥിരത ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. വില കുറവുണ്ടെങ്കിൽ ഒരു 2-3 വർഷം കൊണ്ട് ഞങ്ങൾ ആ കൃഷി നിർത്തിക്കോ, പക്ഷെ വിലക്കുറവല്ല പ്രശ്നം, വില സ്ഥിരതയില്ലായ്മ. ഈ 3 കാര്യങ്ങൾ, അത് ഈ 3 മുന്നണികൾ അതിൽ ആര് ചെയ്തു തരുന്നോ അവർക്ക് വോട്ട് ചെയ്യാനായിട്ട് കൃഷിക്കാർ തയ്യാറാണ്. പക്ഷെ ഒരു മുന്നണിയിലും വരുന്ന ഒരു MLA യോ ഒരു MP യോ ഞങ്ങളുടെ പ്രശ്നങ്ങളോട് പ്രതികരിക്കാനോ അത് പാർലമെന്റിലോ നിയമസഭയിലോ ഉന്നയിക്കുവാനോ പരസ്യമായിട്ട് ചർച്ച ചെയ്യുവാനോ തയ്യാറല്ല എന്നുള്ളതാണ് സങ്കടകരമായ. ഓക്കെ, അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ്. പലപ്പോഴും പല തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോഴും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ കർഷകർ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ തിരിച്ച് വാഗ്ദാനങ്ങൾ മാത്രം. പിന്നെ അധികാരത്തിൽ ഏറുമ്പോൾ പലരും അത് മറന്നു കളയുന്നു. എന്തുകൊണ്ടാണ് ഈ കർഷക ജനതയോട് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ഒരു അവഗണന? വെറും വോട്ടിന് വേണ്ടിയുള്ള ഉപകരണങ്ങളായി മാത്രം പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ, കർഷകരുടെ പാർട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന പാർട്ടികൾ പോലും പല സമയത്തും പല ഘട്ടങ്ങളിലും കർഷകരെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാണ് കർഷകരോട് ഇത്തരം ക്രൂരമായിട്ടുള്ള ഒരു അവഗണന പലപ്പോഴും സംഭവിക്കുന്നത്? അതൊരു പറ്റിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എന്തുകൊണ്ട് കാര്യങ്ങൾ പോകുന്നു?
ഇത് കർഷകരുടെ ഐക്യമില്ലായ്മയാണ് ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ കർഷകരെല്ലാം വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെതിരെയാണ് നിൽക്കുന്നത്. പിന്നെ കർഷകൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം എന്നുള്ളത് കവിഞ്ഞ് ഒത്തിരി സമ്പാദിക്കണം, ഒത്തിരി നേടണം, എല്ലാം വാരി അങ്ങനെ ഒരു ആർത്തി സാധാരണഗതിയിൽ യഥാർത്ഥ കർഷകനില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ ഉള്ളതുകൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടുക എന്നുള്ള ഒരു കർഷകന്റെ മനസ്സിൽ. പിന്നെ ഇനി മക്കളെ ഞങ്ങൾ കാർഷിക വൃത്തിയിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല, എന്തെങ്കിലും പഠിപ്പിച്ച് വേറെ എന്തെങ്കിലും തൊഴിലിന് വിടാം, ഞാൻ എന്റെ ജീവിതവും ഇങ്ങനെയായി എന്നുള്ള ഒരു നിസ്സംഗ മനോഭാവമാണ്. 3 കാര്യങ്ങൾ കൊണ്ടായിരിക്കണം കർഷകരെ ആരും ശ്രദ്ധിക്കാത്തത്. ഇത് അംഗൻവാടി ടീച്ചർ മുതല് ഇപ്പം സംഘടിതരായിട്ടുള്ള തൊഴിലാളികൾക്ക് വരെ എല്ലാ യൂണിയനുകളുണ്ട്, അവരുടെ ആവശ്യങ്ങളെല്ലാം അവർ ശ്രമിക്കുന്നുണ്ട്. കർഷകരെ ശ്രമിക്കാൻ ആരുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കർഷക സംഘടനകളുണ്ട്, ഞങ്ങൾ അതിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്, അതിന്റെ മീറ്റിങ്ങിനും പോകുന്നുണ്ട്, സമരങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തില് ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും പരിഗണിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് കൃഷി എന്ന സംസ്കാരവും കർഷകൻ എന്ന വർഗവും ഈ കേരള മണ്ണിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ അതല്ല സ്ഥിതി. അവിടെ കർഷകർ സംഘടിക്കുന്നുണ്ട്, അവർ സ്വന്തമായിട്ട് രാഷ്ട്രീയമുണ്ട്, അവർ പറഞ്ഞാൽ കേൾക്കാൻ ആളുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ ഉള്ള സാധ്യതകളും കൂടെയുണ്ട്. ഓക്കെ, ഞാൻ ശ്രീ അലക്സ് ഒഴുകിലേക്ക് വരികയാണ്. ശ്രീ അലക്സ് ഒഴുകിൽ, നമുക്കറിയാം കിഫോ ഒരു സ്വതന്ത്ര കർഷക സംഘടനയാണ്. വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ കാർഷിക വിഷയങ്ങൾ, കർഷകർ നേരിടുന്ന വിഷയങ്ങൾ, വന്യമൃഗശല്യം പോലുള്ള വിഷയങ്ങൾ ശക്തമായിട്ട് പൊതുസമൂഹത്തിൽ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ശ്രീ ജോഷ് സൂചിപ്പിച്ചതുപോലെ ഈ കർഷകരെ എന്തുകൊണ്ട് വെറും വോട്ടിന് വേണ്ടിയുള്ള ഉപകരണങ്ങളാക്കി രാഷ്ട്രീയക്കാർ കാണുന്നു, ഐക്യമില്ലായ്മ, അങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ പലതവണ പല ഘട്ടങ്ങളിലും കാർഷിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. ഒരു ശക്തമായിട്ടുള്ള ഒരു ഏകീകൃത സ്വഭാവത്തോടു കൂടിയുള്ള ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയല്ലേ ശ്രീ അലക്സ് ഒഴുകിൽ? തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുത്തെ പ്രശ്നം നേരത്തെ ജോഷോ പറഞ്ഞ പോലെ അന്ധമായിട്ടുള്ള രാഷ്ട്രീയ അടിമത്വമാണ്. കോൺഗ്രസ് കുടുംബം, CPM കുടുംബം, കേരള കോൺഗ്രസ് കുടുംബം, ലീഗ് കുടുംബം എന്നൊക്കെ പറഞ്ഞ് കർഷകരെ യോജിക്കപ്പെട്ടിരിക്കുക. ഞാനൊരു കർഷക കുടുംബമാണ്, എന്റെ രക്തം കർഷക രക്തമാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന, നട്ടിൽ നിന്നോർത്ത് ഞാൻ കർഷക പക്ഷം പറയും എന്ന് പറയുന്ന കർഷകരില്ല. അങ്ങനെ ഒരു ചരിത്രമോ പാരമ്പര്യമോ കർഷകർക്കില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. അപ്പൊ ഇതിനകത്തുള്ള ഒരു വിഷയം, നമ്മൾ ഇതിനകത്ത് ഈ കർഷകരുടെ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇത് അടിസ്ഥാനപരമായിട്ട് സാമ്പത്തികമാണല്ലോ. നമ്മുടെ കർഷകന്റെ ഒരു എക്കണോമിക് മൈറ്റ് അല്ലെങ്കിൽ ഒരു എക്കണോമിക് ക്ലൗട്ട് കേരള സമൂഹത്തിൽ അനുദിനം കുറഞ്ഞു വന്നിരിക്കുക. ഇപ്പൊ ലേറ്റസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ 2025 എക്കണോമിക് റിവ്യൂ പുറത്തു വന്നത്. അതിൽ കാർഷിക മേഖലയുടെ കോൺട്രിബ്യൂഷൻ കേരളത്തിന്റെ മൊത്തം GDP-യിൽ വെറും 7.6%. 7.6. ഇത് 1956 ഐക്യ കേരളം നിലവിൽ വന്ന സമയത്ത് 53% GDP കാർഷിക മേഖലയായിരുന്നു കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. 53-ൽ നിന്ന് 2025 എത്തിയപ്പോഴത്തേക്കും വെറും 7.6% കുറഞ്ഞു. പക്ഷെ ഇപ്പോഴും ഏകദേശം 35% ആളുകൾ കാർഷിക വൃത്തിയിൽ നിന്നാണ് ഉപജീവനം കണ്ടെത്തുന്നത്. 35% ആളുകൾ വെറും 7.6% മാത്രം GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാർഷിക രംഗം തകർന്ന് തരിപ്പണമായി പോയി. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് കർഷകന് ഒരു ഗതിയില്ലാത്ത അവസ്ഥയും, ആളുകൾ കണ്ടമാനം ആളുകൾ കൃഷിയിൽ നിന്ന് പൊഴിഞ്ഞു പോയി ചെയ്യുന്ന അവസ്ഥയുണ്ട്. പിന്നെ കർഷകര് ജോഷ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വാലിഡാണ്. മക്കൾക്കാർക്ക് കാർഷിക വൃത്തിയിൽ തുടരാൻ താല്പര്യമില്ല. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കാലം കഴിഞ്ഞു പോകുന്നതോടെ വരെ എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയും പോവുക, അതിനുശേഷം ഈ ഒരു പരിപാടി നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഭൂരിപക്ഷം കർഷക ആളുകളും. അപ്പൊ അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ്, താല്പര്യമില്ലാത്തതുകൊണ്ടല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കർഷകർ കൃഷി നിർത്തുന്നത് അവർക്ക് കൃഷിയോട് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, ഒരു തരത്തിലും കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തില് നിയമങ്ങളും മറ്റു വിഷയങ്ങളുമായിട്ട് കർഷകരെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഇപ്പൊ ഏറ്റവും വലിയൊരു ശല്യം, ഇപ്പൊ കാർഷിക മേഖലയിൽ ഏറ്റവും വലിയൊരു പ്രശ്നം വന്യമൃഗ ശല്യമാണ്. വന്യമൃഗ ശല്യം എന്ന വിഷയത്തിലാണ് കിഫ ശക്തമായിട്ട് ഇടപെടുന്നത്. അപ്പൊ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു 35 കർഷക അവകാശ പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. ഞാനത് ഓൾറെഡി എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സെക്രട്ടറിയിൽ ചർച്ച ചെയ്തിരുന്നു. അതിൽ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് 15 പോയിന്റുകളും, പിന്നെ ലാൻഡ് ഇഷ്യൂസ്, ഭൂനിയമങ്ങൾ, അങ്ങനെ മിനിമം സപ്പോർട്ട് പ്രൈസ്, അങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് 20 അങ്ങനെ മൊത്തം 35 നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് വിഷയം എന്താ വെച്ചാൽ, ഇപ്പൊ കർഷക എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് പത്രിക ഉണ്ടാക്കും. ഇപ്പൊ LDF ആണ് ഇപ്പൊ ഭരിക്കുന്നത്. LDF-ന്റെ കഴിഞ്ഞ വർഷത്തെ പ്രകടന പത്രികയിൽ കാർഷിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് 50 പോയിന്റുകൾ ഉണ്ടായിരുന്നു. 50 പോയിന്റുകൾ, വളരെ വലിയൊരു ചാപ്റ്റർ തന്നെയുണ്ട്. അതിൽ ഒന്നാമതായിട്ട് അവർ പറഞ്ഞ കാര്യം, കേരളത്തിലെ കർഷകരുടെ വരുമാനം അടുത്ത 5 വർഷം കൊണ്ട് 50% വർദ്ധിപ്പിക്കുന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, റബ്ബറുമായി ബന്ധപ്പെട്ട് റബ്ബറിന് താങ്ങുവില 250 രൂപയാക്കും എന്ന് കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ 250 രൂപ ആക്കുന്ന പരിപാടി അവർ കഴിഞ്ഞ 2 മാസം മുമ്പ് 280 എന്നുള്ള 200 രൂപയ്ക്ക് മാറ്റി. 4.25 വർഷത്തിന് ശേഷം 50% വർധനം എന്ന് പറയുന്ന സ്വപ്നങ്ങളിൽ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ 50% വരുമാനം വർദ്ധിച്ച ഒരു കർഷകനെ പോലും കേരളം മൊത്തം എടുത്താൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അപ്പൊ വാഗ്ദാനങ്ങൾ ഇങ്ങനെ വാരിക്കോരി കൊടുക്കുകയും ഭരണത്തിൽ കയറി കഴിയുമ്പോൾ കർഷകരെ മറക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഇവിടെ എല്ലാ മുന്നണികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ കർഷകന്റെ വോട്ട് ഒരു ഫിക്സ്ഡ് വോട്ട് ബാങ്കായിട്ട് കരുതുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഞങ്ങൾ പറയുന്ന ആ ഒരു ചിന്താഗതി മാറിയിട്ട് നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നവർക്ക് മാത്രം വോട്ട് എന്നുള്ള ശക്തമായിട്ടുള്ള നിലപാടിലേക്ക് കേരളത്തിലെ കർഷക സമൂഹം മാറണം. അപ്പൊ ഞങ്ങൾ പുറത്തുവിട്ട പോയിന്റുകൾ ഇത് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന സർക്കാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊക്കെ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഞങ്ങളുടെ കയ്യിലല്ല. ഞങ്ങളുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, കേന്ദ്രം ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന പോയിന്റുകൾ 100% സംസ്ഥാന സർക്കാരിന് നിലവിലെ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്ന സാധനം, വന്യമൃഗങ്ങളെ വനത്തിന് വെളിയിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ ഏത് വിധേന കൈകാര്യം ചെയ്യാനുള്ള അവകാശം കർഷകർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് സെക്ഷൻ 11(2) എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട് വന്യജീവി സംരക്ഷണ നിയമത്തിൽ, കേന്ദ്ര നിയമമാണ്. അത് പറയുന്നത് കില്ലിംഗ് ഓർ വൂണ്ടിംഗ് ഓഫ് എനി വൈൽഡ് ആനിമൽ ഇൻ സെൽഫ് ഡിഫൻസ് ഷാൽ നോട്ട് ബി ആൻ ഒഫൻസ് എന്നാണ്. അതായത് എന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഞാനൊരു വന്യമൃഗത്തെ കൊന്നാൽ അത് തെറ്റല്ല. അതിന് ഞാനൊരു വന കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ആവരുതെന്ന് മാത്രമല്ല, അതായത് വനത്തിനുള്ളിൽ കയറി നമ്മൾ ചെയ്താൽ തെറ്റ്. വനത്തിന് വെളി എന്റെ പറമ്പിൽ എന്റെ വീട്ടിൽ പൊതുസ്ഥലത്ത് ഒരു കടുവയോ പുലിയോ കൊന്നാൽ പോലും അത് തെറ്റല്ല എന്ന് നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു അവകാശം കർഷകന് കൊടുത്തുകൊണ്ട് അത് ഞങ്ങൾ കേസെടുക്കുന്നില്ലെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കാം. ഇതിന് ഇംപ്ലിമെന്റിംഗ് ഏജൻസി സംസ്ഥാന സർക്കാരാണ്, കേന്ദ്ര സർക്കാരല്ല വന്ന് കേസെടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇൻസിഡൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. മാങ്കുളത്ത്, ഇടുക്കി ജില്ലയിൽ മാങ്കുളത്ത് ഗോപാലൻ എന്ന ഒരാൾ പുലിയെ കൊന്നപ്പോൾ കേസെടുത്തിട്ടില്ല. അതുപോലെ കടുവയെ തപ്പിപ്പോയ ഫോറസ്റ്റുകാർക്കെതിരെ കടുവ ചാടിയപ്പോൾ കടുവയെ ഫോറസ്റ്റുകാർ വെടിവെച്ചു, ആ ഫോറസ്റ്റുകാർക്കെതിരെ കേസെടുത്തിട്ടില്ല. അപ്പൊ അതൊക്കെ ഈ പറയുന്ന 11(2) എന്ന് പറയുന്ന വകുപ്പ് അനുസരിച്ചാണ്. അപ്പൊ ഏതായാലും ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഈ പറഞ്ഞ ഞങ്ങളുടെ പ്രകടന പത്രിക റിലീസ് ചെയ്തത്. തിരുവമ്പാടി വെച്ചിട്ടാണ് ചെയ്തത്. ഇന്ന് അതേ വേദിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ യാത്രയുണ്ടല്ലോ, എന്തായാലും ഒരു നവയുഗയാത്ര, പുതുയുഗയാത്ര അങ്ങനത്തെ. അപ്പൊ അത് തിരുവമ്പാടിയിൽ ഞങ്ങൾ നടത്തിയ അതേ സ്റ്റേജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഇന്ന് CP ജോണും അതുപോലെ വി ഡി സതീശനും ഇതേ കാര്യം അവർ അദ്ദേഹത്തെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വനത്തിന് വെളിയിൽ വരുന്ന വന്യമൃഗങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള അവകാശം കർഷകർക്ക് നൽകുമെന്ന് അവർ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അത് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങരുത്, പ്രയോഗത്തിലേക്ക് വരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഏതായാലും ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ ഒരു പ്രകടനപത്രിക കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഡിമാൻഡുകൾ എല്ലാവരും ഞങ്ങൾ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങളുടെ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക, ഇല്ലെങ്കിൽ കർഷകർ ഞങ്ങളുടേതായ രീതിയിൽ ഇഫയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സന്നദ്ധത നിർത്തും. ഞങ്ങൾ സന്നദ്ധത നിർത്തണമെന്ന് നിർബന്ധമുള്ള സംഘടനയല്ല ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുമല്ല, ഞങ്ങളൊരു കർഷക സംഘടനയാണ്. ആ കർഷക സംഘടനയായിട്ട് നമുക്ക് തുടരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ മറ്റു നിർവാഹങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങളുടേതായ രീതിയിൽ വോട്ട് പിടിക്കാൻ നിർബന്ധിതരാകും. അപ്പൊ അത് ഞങ്ങളുടെ പണിയല്ല. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതൊന്നും ഞങ്ങളുടെ പണിയല്ല, ഇതൊക്കെ രാഷ്ട്രീയക്കാരുടെ പണിയാണ്. ആ രാഷ്ട്രീയക്കാരുടെ പണി രാഷ്ട്രീയക്കാർ ചെയ്യാത്തതുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ഇതുമായി തെരുവിൽ ഇറങ്ങേണ്ടി വരുന്നത്. അപ്പൊ അത് അവർ മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഓക്കെ. ഇപ്പൊ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പൊ ഡിമാൻഡ്സ് അംഗീകരിച്ചില്ലെങ്കിൽ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തും. ഒരുപക്ഷെ അത് ജയത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ എങ്കിൽ പോലും മുന്നണികളുടെ ജയപരാജയങ്ങളെ അതിനിർണായകമായിട്ട് സ്വാധീനിക്കുവാൻ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വം ഇടയാക്കാനുള്ള സാധ്യതയില്ലേ ശ്രീ അലക്സ് ഒഴിയിൽ? അതായത് ഇതിന്റെ കണക്ക്, അതായത് സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 78 മണ്ഡലങ്ങളിൽ 78, അതായത് 140 മണ്ഡലമേ ഉള്ളൂ, പകുതിയിൽ കൂടുതൽ മണ്ഡലങ്ങൾ 78 മണ്ഡലങ്ങളിൽ വന്യമൃഗശല്യമുണ്ട്. അതിൽ തന്നെ രൂക്ഷമായ പ്രശ്നമുള്ളത് 30 മണ്ഡലങ്ങളുണ്ട്. ഈ 78 മണ്ഡലങ്ങളിൽ നിലവിൽ 54 LDFന്റെ സിറ്റിംഗ് സീറ്റുകളും 24 UDFന്റെ സിറ്റിംഗ് സീറ്റുകളുമാണ്. ഇപ്പം LDFന് ഭരണം നിലനിർത്തുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 54 സീറ്റിൽ ബഹുഭൂരിപക്ഷം നിലനിർത്തിയേ പറ്റുള്ളൂ. ഇനിയിപ്പോ UDFന് ഭരണം തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ പറഞ്ഞ 54 ഒരു 10-35 തിരിച്ചു UDF ജയിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ നിർണായകമാണ്. ഈ സീറ്റുകൾ വളരെ നിർണായകമാണ്. ഇതെല്ലാം സ്വിംഗ് സീറ്റുകളുമാണ്. അതുപോലെ തന്നെ രൂക്ഷമായ പ്രശ്നമുള്ള 30 മണ്ഡലങ്ങളുണ്ട്. ഞാണെങ്കിൽ എല്ലാത്തിനും, അതായത് ഇപ്പൊ കാഞ്ഞങ്ങാട്, ഇപ്പൊ ജോഷായുള്ള കാഞ്ഞങ്ങാട് മണ്ഡലം, ഇരിക്കൂർ, പേരാവൂര്, മാനന്തവാടി, ബത്തേരി, കൽപ്പറ്റ, തിരുവമ്പാടി, പേരാമ്പ്ര, നാദാപുരം, നിലമ്പൂർ, വണ്ടൂർ അടക്കം. പിന്നെ ഇടുക്കിയിലുള്ള നമ്മുടെ ജോൺസന്റെ ഇടുക്കി എല്ലാ സീറ്റുകളാണ്. ഇടുക്കിയിൽ 5 സീറ്റും, പിന്നെ റാന്നി, കോന്നി, പൂഞ്ഞാറ്, കാഞ്ഞിരപ്പള്ളി അടക്കമുള്ള മണ്ഡലങ്ങള്, പുനലൂര്, പിന്നെ കോതമംഗലം, അങ്ങനെയുള്ള മണ്ഡലങ്ങൾ 30 ഉണ്ട്. എല്ലാത്തിനും പേര് വായിക്കുന്നില്ല. ഇതെല്ലാം ഇവിടെയൊക്കെ രൂക്ഷമായ പ്രശ്നമുണ്ട്. ഈ 30 രൂക്ഷമായ പ്രശ്നമുള്ള 30 മണ്ഡലത്തിൽ 20 LDFന്റെ സിറ്റിംഗ് സീറ്റാണ്, 10 UDFന്റെ ഉള്ളൂ. അപ്പം ഈ 20 പ്രാതിനിധ്യം തിരിച്ചു പിടിച്ചാലേ UDF എന്തെങ്കിലും ഒരു സാധ്യതയുള്ളൂ. അപ്പൊ അവിടുത്തെ ഏറ്റവും വലിയ വിഷയം ഇതാണ്. ഏറ്റവും വലിയ ജീവൽ പ്രശ്നം ഈ വന്യമൃഗശല്യം തന്നെയാണ്. അത് അഡ്രസ് ചെയ്യാതെ ഒരു മുന്നണിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ സാധ്യമല്ല. അതാണ് ഇതിനകത്തുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു ഇമ്പോർട്ടൻസ്. അത് മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ.
വളരെ വ്യക്തമാണ്. യെസ് യെസ്. ഞാൻ ശ്രീ ഇടുക്കിയിലേക്ക് വരുന്നു. ശ്രീ ജോൺസൺ കൊച്ചുറമ്പലിലേക്ക് വരികയാണ്. നമുക്കറിയാം നമ്മുടെ സർക്കാരുകൾ പലപ്പോഴും ഈ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ പല സമ്മേളനങ്ങളിലും പോകുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെയാണ് ദാവോസിൽ നമ്മുടെ വ്യവസായ മന്ത്രിയൊക്കെ പോയിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടത്തുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഒരു കർഷക അല്ലെങ്കിൽ കാർഷിക സൗഹൃദ സംസ്ഥാനമാക്കി നാടാക്കി നമ്മുടെ നാടിനെ മാറ്റണം എന്നൊരു ചിന്ത പലപ്പോഴും വരുന്നില്ല? ഈ കാർഷിക വൃത്തിയോടുള്ള ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു ഇഷ്ടമില്ലായ്മ നമ്മുടെ യുവതലമുറയെ ബാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ കാർഷിക മേഖലയിൽ ജോലി ചെയ്യാൻ വേണ്ടി വിദേശങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. നമുക്കറിയാം ഇസ്രായേൽ പോലുള്ള മേഖലകളിലേക്ക് നിരവധി പേർ ഈ കാർഷിക മേഖല തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് പോകുന്നവരുണ്ട്. അപ്പോൾ എന്തുകൊണ്ടൊരു കാർഷിക സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്ന ഒരു ലക്ഷ്യം ഈ ഭരണത്തിലിരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും പലപ്പോഴും ആ ഒരു ആംഗിള് ചിന്തിക്കുന്നില്ല? ശ്രീ ജോൺസൺ കൊച്ചുറമ്പൻ. അതെ അതെ അതെ. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വർഷം 80 നമുക്ക് ഈ നമ്മുടെ ഭാഷാടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനം രൂപീകരിച്ചിട്ട് 65 വർഷമാകും. ജനാധിപത്യ സർക്കാർ വന്നിട്ട് നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നും ചിന്തിക്കുന്നു. രാജഭരണകാലത്ത് രാജാക്കന്മാർ കർഷകർക്ക് കൊടുത്തിരുന്ന പ്രാധാന്യം, കർഷകർക്ക് ഇപ്പൊ ഇടുക്കിയിലെ ഏലം പട്ടയവും ഏലം കൃഷി ചെയ്യാൻ കുത്തകപ്പാട്ടവും ഒക്കെ കൊടുത്തതിൽ ഉള്ള ആത്മാർത്ഥതയും ലക്ഷ്യവും അവരുടെ താല്പര്യവും അതൊക്കെ പിന്തുടരുന്നതിൽ, അവിടുത്തെ ഭൂനിയമങ്ങൾ അത് കർഷകർക്ക് അനുകൂലമാക്കി കൊണ്ടുവരുന്നതിൽ ജനാധിപത്യ സർക്കാരുകൾ ജോർജി പരാജയപ്പെട്ടു എന്നും പറയുന്നു. ജനാധിപത്യം കർഷകരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ജനാധിപത്യം പരാജയമാണ് എന്ന് ദുഃഖത്തോടെ സമ്മതിക്കേണ്ടി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്കിപ്പോ ഈ നമ്മുടെ ചർച്ചയ്ക്ക് ആധാരമായ വിഷയത്തെ കർഷകരുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒന്ന് ഭൂനിയമം, 2 കർഷകർ അഭിമുഖീകരിക്കുന്ന വനനിയമം, 3 കാർഷിക വിഷയങ്ങൾ. ഈ 3 എടുത്തു നോക്കിക്കും. ഒന്നാമത്തെ വിഷയം ഭൂനിയമങ്ങൾ. ഇടുക്കിയിലെ എത്രമാത്രം ഭൂപ്രശ്നങ്ങളുണ്ട്. പട്ടയ ഭൂമിയുണ്ട്, ഏലപ്പട്ടയമുണ്ട്, ഏലത്തിന് കൊടുത്തിരിക്കുന്ന കുത്തകപ്പാട്ടമുണ്ട്, പദ്ധതികൾക്കായി ഗവൺമെന്റ് പദ്ധതികൾക്കായി ഏറ്റെടുത്തിട്ട് ഉപയോഗിക്കാത്ത പ്രദേശങ്ങളുണ്ട്, പദ്ധതിക്കായിട്ട് ഏറ്റെടുത്തിട്ട് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയുള്ള പ്രദേശങ്ങളിൽ പട്ടയം കിട്ടാതെ നിരവധിയായ ഭൂപ്രശ്നങ്ങൾ നിൽക്കുക. രാജഭരണകാലത്ത് ചെമ്പ് പട്ടയം എന്ന് പറഞ്ഞിട്ടുള്ള പട്ടയം, ആ പട്ടയം പോലും ജനാധിപത്യ സർക്കാർ വന്നപ്പോൾ വിലയില്ലാത്ത സാഹചര്യത്തിലേക്ക് വന്നു ജോലി. അപ്പോൾ ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾ ജനാധിപത്യ സർക്കാരുകൾ പരിഹരിക്കുകയായിരുന്നോ സങ്കീർണമാക്കുകയാണ്? ജനങ്ങൾക്ക് 65-70 വർഷം കഴിഞ്ഞിട്ട് ഇടുക്കിയിലെ ജനങ്ങൾ നോക്കിയപ്പോ എന്റെ അപ്പൻ 1950-കളിൽ കുടിയേറിയതുണ്ട്. അന്നുണ്ടായിരുന്നതിനേക്കാൾ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാണ്. ഇന്ന് ബഫർ സോണുകൾ വന്നു, വനനിയമങ്ങൾ കർക്കശമായി. ഇപ്പൊ അലക്ഷൻ അറിയാമല്ലോ, തോപ്രാങ്കുടിയില് DTR ഏലം എന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് 50 വർഷമായി കുരുമുളകും തെങ്ങും റബ്ബറും ജാതിയും ഒക്കെ കൃഷി ചെയ്യുന്ന ബഹുദിന മന്ദിരങ്ങളുള്ള പള്ളിയും പള്ളിക്കൂടവും ആശുപത്രിയും ഇരിക്കുന്ന സ്ഥലത്തിന് പട്ടയമില്ല. ഇന്നും പട്ടയത്തിന് വെരിഫിക്കേഷൻ വരുമ്പോൾ പറയുന്നത് DTR ഏലം എന്ന് എഴുതിയിരിക്കുന്നു. ഇനി ഏലം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ജനാധിപത്യപരമായി ഗവൺമെന്റുകൾ ചെയ്യേണ്ടത് ഉത്തരവാദിത്വമില്ല. അത് ഇടത് സർക്കാരെന്നോ വലത് സർക്കാരെന്നോ അല്ല. ഇത്ര കാലം ഭരിച്ചിരുന്ന ഏത് ഗവൺമെന്റുകളാണെങ്കിലും ജനാധിപത്യപരമായി ജനങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന ഭൂനിയമങ്ങൾ അവർക്ക് അവകാശമാക്കി കൊടുത്തിട്ടില്ല. ജനാധിപത്യം ഇടുക്കിയിലടക്കം ഭൂപ്രശ്നങ്ങളിൽ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഇതാണ് വസ്തുത. വനനിയമങ്ങളുടെ കാര്യം ഇപ്പോ നമ്മുടെ അലക്സ് പറഞ്ഞല്ലോ, കിഫ ഇത്തരം വിഷയങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പറയുന്നവരാണ്. അത് തന്നെ ഒന്ന് മനസ്സിലാക്കിക്കേ. നമ്മളെല്ലാത്തിനും ഇങ്ങനെ ഒരു വന്യമൃഗ ശല്യം ഉണ്ടായാലോ അല്ലെങ്കിൽ ഒരു വനനിയമം ഉണ്ടായാലോ ഇവിടെ നിന്ന് കേന്ദ്രത്തിന്റെ കുറ്റം പറഞ്ഞാൽ മതിയോ? കേന്ദ്രത്തിന് പരിഹരിക്കേണ്ട വിഷയങ്ങളുണ്ട്. നിയമങ്ങളിൽ കേന്ദ്ര സർക്കാരിന് മാത്രം ഇടപെടാവുന്ന നിയമങ്ങളുണ്ട്. അത് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് പരിഹരിപ്പിക്കുവാൻ, സമ്മർദ്ദം ചെലുത്തുവാൻ, ഇടപെടുവാൻ, നിർദ്ദേശം കൊടുക്കുവാൻ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് 20 MP ഏത് മുന്നണിയുടേതുമാകട്ടെ 20 MP സംസ്ഥാനത്തിന്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് 20 MP കൂടെ ചേർത്ത് നിർത്തി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമ്മർദ്ദം ചെലുത്തണ്ടേ? ഇപ്പൊ ഗുജറാത്തിലെ ഭൂ സാഹചര്യമല്ല, വനങ്ങളുടെ സാഹചര്യമല്ല,
അവിടുത്തെ ജനജീവിതത്തിന്റെ സാഹചര്യമല്ല കേരളത്തിൽ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ നിയമങ്ങളിൽ ഇന്ന ഇളവുകൾ കാലാനുസൃതമായി ഉണ്ടാവണം എന്ന് ആവശ്യപ്പെടണ്ടേ? അത് ചെയ്യുന്നില്ല സംസ്ഥാന സർക്കാർ. ഇപ്പോ അലക്സ് അത് എടുത്തു പറഞ്ഞല്ലോ, സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിയമപരമായി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാതെ ഒഴിഞ്ഞു മാറുന്നു. അപ്പോൾ അവിടെയും ജനാധിപത്യം കർഷകരെ സംബന്ധിച്ചിടത്തോളം പരാജയപ്പെട്ടിരിക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇടുക്കിയില് ഹൈറേഞ്ചിൽ കുറഞ്ഞൊരു 20 വർഷത്തോളമായി ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ MLA മാരാണ് ജയിച്ചു വരുന്നത്. അതിനു മുമ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയായിരുന്നു പാർലമെന്റ് മണ്ഡലം എന്നൊക്കെ പറയുന്നത്. കോൺഗ്രസ് 1,40,000 വോട്ടിന് ബഹുമാനെ PJ കുര്യനൊക്കെ മത്സരിച്ച ജയിച്ച സ്ഥലങ്ങൾ. ആരുടെ കോട്ടയും ആകട്ടെ, ആരൊക്കെ ഭരിച്ചിട്ടും ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് പരിഹരിക്കാത്തത്? ഇടുക്കിയിലെ കാർഷിക മേഖലയ്ക്ക് ഒരു നിലനിൽപ്പുണ്ടോ? ഇപ്പൊ ജോർജ് ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് ഈ കാർഷിക ഒരു വ്യവസായ നയം പോലെ കാർഷിക നയം. ജോർജ്, എന്തെങ്കിലും ഒരു കാർഷികാധിഷ്ഠിത വ്യവസായം ഇടുക്കിയിൽ ഗവൺമെന്റ് മുൻകൈ എടുത്തുണ്ടായിട്ടുണ്ട്? കൃഷിക്കാരനെ സാധനം ഉത്പാദിപ്പിച്ചാൽ മാത്രം പോരല്ലോ, അവനത് വിറ്റഴിക്കുന്നതിന് മുമ്പായി സംഭരിക്കാനുള്ള സ്ഥലം ഉണ്ടാവണം, അത് പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുവാനുള്ള വ്യവസായങ്ങൾ ഉണ്ടാവണം, അത് വിറ്റഴിക്കുന്നതിനുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാവണം. ഇപ്പൊ ഏറ്റവും കൂടുതൽ നാണ്യം നമുക്ക് നേടിത്തരുന്ന ഏലത്തിന്റെ വിപണന കേന്ദ്രം എവിടെയാ? തമിഴ്നാട്ടിലാണ്. ഏലക്കായ ഇവിടെ കേരളത്തിൽ ഓപ്ഷൻ ചെയ്താലും അത് കൊണ്ടുപോയി വിൽക്കുന്നതും കയറ്റിക്കൊണ്ടുപോകുന്നതും തമിഴ്നാട്ടിൽ നിന്നാണ്. ഇവിടുന്ന് കൈവിലയ്ക്ക് ഇത് കൊണ്ടുപോയി കച്ചവടക്കാർ അത് വിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. എന്തുകൊണ്ട് കേരളത്തിൽ അതിന്റെ വിപണന കേന്ദ്രം സൃഷ്ടിക്കുവാൻ സ്പൈസസ് ബോർഡ് തയ്യാറാവുന്നില്ല, കൃഷി വകുപ്പ് തയ്യാറാവുന്നില്ല, സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ല? പഴയ കാലത്ത് പറയും തമിഴ്നാട്ടിൽ ചൂട് കൂടുതലുണ്ട്, അവിടെ ഏലക്ക വെച്ച കുറെ കൂടെ ഉണങ്ങിയിരിക്കും, അതുകൊണ്ടാണ് എന്ന് പറയും. ഇന്ന് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ, തൊടുപുഴ മൂവാറ്റുപുഴയിലൊക്കെ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കിയിട്ട് ഈ ഏലക്ക അവിടെ സംഭരിച്ചു വയ്ക്കുവാൻ നല്ല വെയർ ഹൗസുകൾ ഉണ്ടാക്കി അവിടെ കൊണ്ട് സൂക്ഷിച്ചു വയ്ക്കുന്ന ഏലക്കായ്ക്ക് പലിശരഹിതമായി കൃഷിക്കാരന് പണം കൊടുക്കാനൊക്കെ തയ്യാറായാൽ ആ വ്യവസായം ഇവിടെ നിൽക്കില്ലേ? എത്ര കോടി രൂപയുടെ നികുതി നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടും? ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? അപ്പൊ കൃഷിക്കാരനെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ ഏതെങ്കിലും കൃഷിഭവനിൽ കൂടെ 2 കിലോ തുരിശ് കൊടുത്തെന്നോ ഒരു മോട്ടറിന് 1000 രൂപ സബ്സിഡി കൊടുത്തോ എന്നുള്ളതല്ല. കൃഷിക്കാരനെ നിലനിർത്തണമെങ്കിൽ ആധുനിക കാലഘട്ടത്തിലെ ആധുനിക കൃഷി രീതികളിലേക്ക് കർഷകരെ കൈപിടിച്ചു കൊണ്ടുവരണം. ആ കൃഷി ഇവിടെ ഒരു സംസ്കാരമായി വളർത്തിക്കൊണ്ടുവരണം, അതിനെ നിലനിർത്തണം. ആ കൃഷിക്കാരന് ജീവിക്കാനാവുന്ന വിധത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കണം. വന്യമൃഗത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇവ വിറ്റ് കിട്ടുന്ന പണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ലാഭകരമല്ലാത്ത കൃഷി ചെയ്യൂ. ഏത് ബിസിനസ് ആട്ടെ, ഓട്ടോറിക്ഷ ഓടിക്കുന്നവൻ അവന് കുടുംബം പോറ്റാനല്ലേ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബസിന്റെയും ലോറിയുടെയും വളയം പിടിക്കുന്നവൻ ഒരു കുടുംബം പോറ്റാനല്ലേ? അവൻ അതിനുള്ള പണം കിട്ടിയില്ല, അവൻ വണ്ടി ഓടിക്കാൻ പോവോ? കൃഷിക്കാരൻ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഇറങ്ങിയിട്ട് ഈ കൃഷിഭൂമിയിലേക്ക് പോവാ, നനയ്ക്കാനും കാട് പറിക്കാനും ഒക്കെ ആയിട്ട്. വൈകുന്നേരം ആ കയറി വരുന്നത്. അവന് ആ ഭൂമി അവനൊരു വരുമാന മാർഗമാകുന്നില്ലെങ്കിൽ എങ്ങനെ നിൽക്കും ജോർജ് ഈ ഫീൽഡില്? കൃഷിക്കാരൻ ഇന്ന് ആകപ്പാടെ നിരാശപ്പെട്ടിരിക്കുക. ആകപ്പാടെ പിടിച്ചിരിക്കുന്ന ഇച്ചിരിയെങ്കിലും ഏലം കർഷകനാണ്. പക്ഷെ ഏലം കർഷകൻ നട്ടുപൊടിഞ്ഞിരിക്കുക. എന്ന് വെച്ചാൽ അവന്റെ ചെലവുകൾക്ക് അനുസൃതമായി അവന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പൊ ഏത് കൃഷിക്കാലും ഗവൺമെന്റിന് ഒരു പ്ലാൻ ഉണ്ടാവണം, ജനപ്രതിനിധികൾക്ക് ഒരു പ്ലാൻ ഉണ്ടാവണം. എന്റെ നിയോജക മണ്ഡലത്തിൽ ഭൂരിപക്ഷം കൃഷിക്കാരും ഇന്ന കൃഷിയാണ് ചെയ്യുന്നത്, ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഇതാണ് അനുസൃതം, ആ കൃഷിക്കാരനെ സംരക്ഷിക്കണം, എങ്കിലേ എന്റെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. അങ്ങനെ ഒരു വിഭാവനം ചെയ്യാൻ കഴിയുന്ന ഒരു ലക്ഷ്യമുള്ള ജനപ്രതിനിധികളുണ്ട്. കാർഷിക വകുപ്പ് നമ്മൾ സംസ്ഥാന തലത്തിൽ മന്ത്രി, ഏത് മന്ത്രി ആയിക്കോട്ടെ കേട്ടോ, ഞാൻ മന്ത്രിമാരുടെ ഒന്നും അനുഭവ സമ്പത്തിനൊന്നും ഞാൻ ചോദ്യം ചെയ്തില്ല. ഒരു കൃഷിക്കാരനെ കുറിച്ച്, കൃഷിയെ കുറിച്ച് കൃത്യമായ ബോധ്യവും നയവും ഉണ്ടാവണം മന്ത്രിക്ക്. അല്ലാതെ ഏതെങ്കിലും ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്നും പറഞ്ഞ് കുറെ പച്ചക്കറി തൈ വിത്ത് കൊടുക്കുന്നതല്ല. കേരളത്തിലെ ഓരോ പഞ്ചായത്തിനും ഓരോ കൃഷി ഓഫീസില്ലേ? ആ കൃഷി ഓഫീസിന് മുകളിൽ അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറേറ്റ് ഓഫീസില്ലേ? ജില്ലാ ഓഫീസില്ലേ? സംസ്ഥാന ഓഫീസില്ലേ? എത്ര ജീവനക്കാരുണ്ട് ജോർജി കൃഷി വകുപ്പിൽ? ഈ കൃഷി മേഖലയ്ക്ക് ഇവരെ കൊണ്ട് എന്ത് ഗുണമാണ് കിട്ടിയിരിക്കുന്നത്? ഏതെങ്കിലും ഒരു കർഷകരോടൊന്ന് സ്വതന്ത്രമായിട്ട് പുറത്തുടങ്ങി ചോദിക്കുക, കൃഷിക്കാരന് കൃഷി വകുപ്പിൽ എന്ത് സഹായമാണ് കിട്ടുന്നത്? കൃഷി വകുപ്പിന്റെ പ്രേരണ കൊണ്ട് ഏതെങ്കിലും ഒരു കൃഷി ഇവിടെ തഴച്ചു വളർന്നിട്ടുണ്ട്?
അപ്പൊ ഈ വകുപ്പേ ഗുണമില്ല. സെക്രട്ടറിമാർ പറയുന്നത് കേൾക്കുന്നു, മന്ത്രി എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കുന്നു. കൃഷിക്കാരൻ രക്ഷപ്പെടണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പദ്ധതി നടപ്പിലാക്കുന്നു. ഇതൊക്കെയാണ് പരാജയം. ജനാധിപത്യ സർക്കാർ, ഞാൻ അടിവരയിട്ട് പറയുന്നു, ഒന്നാം ഘട്ടത്തിൽ ജനാധിപത്യ സർക്കാർ ജനാധിപത്യ അവകാശങ്ങളെ വിനിയോഗിക്കണം. നിയമസഭകളെ, നിയമനിർമ്മാണ സഭകളെ, പാർലമെന്റുകളെ നിയമനിർമ്മാണത്തിന് വിനിയോഗിക്കണം. അവിടെ പോയിരുന്ന ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് കേട്ടാ പോരാ. കാലാനുസൃതമായി വന നിയമങ്ങളിലും ഭൂനിയമങ്ങളിലും കാർഷിക നിയമങ്ങളിലും കൃഷിക്കാരന് അനുകൂലമായി ആ പ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തും സുരക്ഷിതമാക്കുന്നതിന് അനുകൂലമായി നിയമങ്ങൾ നിർമ്മിക്കാനുള്ള വിവരമുള്ളവർ ജയിച്ചവർ, അത് ഏത് രാഷ്ട്രീയക്കാരനും ആയിക്കോട്ടെ. അവിടെയാണ് ഈ കിഫ പോലുള്ളവരുടെ പ്രാധാന്യം. അതുകൂടെ പറഞ്ഞാൽ നിർത്താം. ഞാൻ ഈ കർഷക സംഘടനകളെയും ചിലരെയൊക്കെ വിമർശിക്കും ജോർജി. കർഷക സംഘടനകൾ സമ്മർദ്ദ ശക്തികളാകാം. ഞാൻ അഭിനന്ദിക്കുന്നു അലക്സിനെ. അതായത് ഈ രാഷ്ട്രീയം ഞങ്ങളുടെ ലക്ഷ്യമല്ല എന്ന് അദ്ദേഹം ഇതിനോട് പറഞ്ഞല്ലോ. അഭിനന്ദിക്കുന്നു. രാഷ്ട്രീയമാകരുത് ലക്ഷ്യം. നിങ്ങളൊരു മഹാസമ്മേളനം വിളിച്ചു കൂട്ടി അവിടെ ഏതെങ്കിലും ഒരു ഭരണകക്ഷിയുടെ നേതാവിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിച്ചിട്ട് അവർ ജയിച്ചാൽ ഞങ്ങളുടെ പിന്തുണയോടെ, പ്രതിപക്ഷത്തിന്റെ നേതാവിനെ കൊണ്ടുവന്ന് പൂമാല ഇട്ടിട്ട് നിങ്ങൾ ജയിച്ചാൽ അത് ഞങ്ങളുടെ പിന്തുണയോടെ എന്ന് പറഞ്ഞ് അങ്ങനെയല്ല. അതല്ല വേണ്ടത്. നിങ്ങൾ സ്വതന്ത്രമായിട്ട് നിൽക്കണം. കർഷകന് വേണ്ടി നിലപാടെടുക്കണം. നിങ്ങൾ ഒരു നിലപാടെടുത്താൽ നിങ്ങൾക്കൊപ്പം കർഷകനുണ്ടെന്ന പ്രതീതി ഇവിടെ സൃഷ്ടിക്കപ്പെടണം. അതാണ് കർഷക സംഘടനകൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ കർഷകർക്ക് സംഘടിക്കേണ്ടി വരും. ഇപ്പോ എല്ലാ പാർട്ടികളുടെയും മുന്നിൽ കൂടെ നിൽക്കുന്ന കർഷക സംഘടനയിൽ നിൽക്കുന്നവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കേണ്ടി വരും. ഒരു കാര്യം ഉറപ്പാ ജോർജി, അതുകൂടെ പറഞ്ഞു നിർത്തുന്നു. ഇന്ന് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുടെ വോട്ട് പോലും ആ പ്രസ്ഥാനത്തിനാണെന്ന് ഒരു ഉറപ്പുമില്ല. ഞാൻ കോൺഗ്രസിന്റെ കൊടിയും പിടിച്ച് വീടുകളിൽ കയറിയാൽ ഞാൻ കോൺഗ്രസിന് വോട്ട് കൊടുക്കുന്ന കാലമൊക്കെ പോയി. അത് ഇടതുപക്ഷക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്ന കർഷകരുടെ താല്പര്യമുള്ള കൃഷിക്കാരന്റെ വോട്ട് ആർക്ക് കൊടുക്കണമെന്ന് അവൻ ചിലപ്പോൾ പ്രവർത്തനത്തിൽ അവിടെ പോയാലും അവൻ വോട്ട് ചെയ്യാൻ കയറുമ്പോൾ തീരുമാനിക്കും. ആ തീരുമാനത്തിലേക്ക് കൃഷിക്കാരെ നയിക്കാൻ കിഫ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഒരു വലിയ മാറ്റത്തിന് അത് തുടക്കം കുറിക്കും ജോർജി. അത് ജനാധിപത്യ സർക്കാരുകളും ജനപ്രതിനിധികളും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാം. വ്യക്തമാണ്. ഞാൻ രണ്ടാം ഘട്ടത്തിലേക്ക് വരികയാണ്. നമുക്ക് കുറെ കൂടി ആഴങ്ങളിലേക്ക്, ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ശ്രീ ജോഷിയിലേക്ക് തന്നെയാണ് വരുന്നത്. ശ്രീ ജോഷി കേൾക്കാലോ അല്ലേ? നമുക്കറിയാം, നമ്മൾ ഇന്നൊരു ദേശീയ പണിമുടക്ക് ദിനത്തിൽ അല്ലെങ്കിൽ അഥവാ മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ കേരള പണിമുടക്ക് ദിനത്തിലാണ് നമ്മളിന്ന് ഈ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ഈ പണിമുടക്ക് ബാധിക്കാത്ത ഒരേ ഒരു വിഭാഗം കർഷകരാണ്. കർഷകർ പണിമുടക്കി കഴിഞ്ഞാൽ പിന്നെ നാട് പട്ടിണിയാകും. അക്ഷരാർത്ഥത്തിൽ നാടിനെ അന്നമൂട്ടുന്ന ഒരു രാജാക്കന്മാർ, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ കർഷകരെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത്തരത്തിലുള്ളൊരു സോഷ്യൽ സ്റ്റാറ്റസ് കർഷക കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ കർഷകർക്ക് സമൂഹത്തിൽ ലഭിക്കുന്നുണ്ടോ ഈ ഒരു കാലഘട്ടത്തിൽ? നമ്മൾ എല്ലാ തരത്തിലും നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ, വിദ്യാഭ്യാസപരമായി, സാമൂഹികപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ അതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി അങ്ങേക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശ്രീ ജോഷ, ഒരു സോഷ്യൽ സ്റ്റാറ്റസും ഇന്ന് ഒരു കൃഷിക്കാരനും, ഏലം കൃഷിക്കാരനും ഒരു ഇല്ല. ഏലത്തിന് വിലയുള്ളത്. എന്റെ ചെറുപ്പത്തിലൊക്കെ ചെലവിന് മിച്ചം നെല്ലുള്ള വീട് എന്ന് പറഞ്ഞാൽ വലിയ പ്രഭുത്വമുള്ള തറവാടായിരുന്നു. ഇപ്പോഴും ചെലവിന് മിച്ചം നെല്ലുള്ളവനെ അല്ലെങ്കിൽ കൂടുതൽ നെല്ല് കൃഷിയുള്ളവനെ ആൾക്കാർ ആട്ടി ഓടിക്കും. കാരണം ഇവൻ ദാരിദ്ര്യവാസിയാണ്, ഇവൻ കൊടുത്ത നെല്ലിന്റെ പൈസ ഇവന് കിട്ടിയിട്ടില്ല, ഇവൻ കടത്തിന്റെ മുകളിൽ കടം പിടിച്ച് വായ്പ മേടിക്കാൻ വരുവാന്ന് മനുഷ്യനാണ്. ഇന്ന് കേരള സമൂഹത്തിൽ ഏറ്റവും അധികം നിന്ദിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവമതിക്കപ്പെടുന്ന സമൂഹം കർഷകരാണ് എന്ന് മാത്രമല്ല, ഈ കർഷകർ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു വംശം, അത് വംശം അറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിലുള്ള രാഷ്ട്രീയക്കാർ വിചാരിച്ചത് ഈ കർഷകർ എന്ന് പറയുന്ന ഒരു അടി കൊണ്ട് എല്ലാ കാലവും ഇവിടെ കേരളത്തിൽ തന്നെ കടന്നോളുന്നതാണ്. ഞങ്ങളുടെ ആരുടെയും മക്കള് ഒരു 30 വയസ്സിന് മുകളിലുള്ളവര് കേരളത്തിൽ താമസിക്കുന്നില്ല, താമസിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. മലയോര കർഷകർ എന്ന് പറയുന്ന വംശം ഈ ദേശം ഉപേക്ഷിച്ച്, ഞങ്ങളൊക്കെ തിരുവിതാംകൂറിൽ നിന്ന് ഞങ്ങളുടെ നാട് ഉപേക്ഷിച്ച് അന്നത്തെ ബ്രിട്ടീഷ് മലബാറിലേക്ക് കുടിയേറിയവരുടെ സന്തതികളാണ്. ഞങ്ങൾ ഈ നാട് ഉപേക്ഷിച്ചു കഴിഞ്ഞു. ലോകം മുഴുവൻ ഞങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. ഞങ്ങളെ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ, അധ്വാനിക്കാൻ തയ്യാറുള്ളവനെ സ്വീകരിക്കാൻ ലോകത്തെ എല്ലാ രാജ്യങ്ങളും തയ്യാറാണ്. അവിടെ ഞങ്ങൾക്ക് നല്ല സാമൂഹിക സംരക്ഷണമുണ്ട്. മനസ്സുകൊണ്ട് ഞങ്ങള് 10,000-കണക്കിന് വർഷങ്ങളായിട്ട് താമസിച്ചിരുന്ന മാതൃഭൂമി ഉപേക്ഷിക്കേണ്ടി വന്ന ഗതികെട്ട വംശമായിട്ട് തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്.
ഓക്കെ. നേരത്തെ ശ്രീ അലക്സ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ കർഷകരുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചില്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാട് രാഷ്ട്രീയ നിലപാട് എന്നതിനേക്കാൾ ഉപരി മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള ഒരു സാധ്യതയും ശ്രീ അലക്സ് സൂചിപ്പിക്കുകയുണ്ട്. അത്തരത്തിലുള്ളൊരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ ഈ കർഷകർ ഒറ്റക്കെട്ടായ ഒരു നിലപാടിനെ പിന്താങ്ങുമോ? എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം ശ്രീ? പിന്താങ്ങണം എന്നാണ് എന്റെ അഭിപ്രായത്തില് പരമാവധി നമ്മൾ പരിശ്രമിക്കുക. ഒരു ജനാധിപത്യ സമൂഹത്തില് നമ്മൾ ജനാധിപത്യപരമായ സംഘടിക്കാനുള്ള അവകാശങ്ങൾ ഉപയോഗിക്കാതിരുന്നതാണ് സത്യം പറഞ്ഞ കർഷകന്റെ ഭാഗത്ത് നിന്ന്. ഇത് കേരളത്തിലെ കർഷകരെ പ്രശ്നമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കർണാടകത്തിലെ കർഷകനോ തമിഴ്നാട്ടിലെ കർഷകനോ ഉത്തരേന്ത്യയിലെ കർഷകനോ ഇങ്ങനെ ഒരു പ്രശ്നമില്ല. അവന്റെ വംശം തലമുറകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ കർഷകരെ പറ്റിയത് ഒരു സംഘടിച്ചില്ല. ഇനിയും സമയം പോയിട്ടില്ല. ഈ വൈകിയ വേളയിലെങ്കിലും നെൽകർഷകര്, റബ്ബർ കർഷകര്, സുഗന്ധവ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യുന്നവരെ, പ്രത്യേകിച്ച് ഇടുക്കിയിലെയും വയനാട്ടിലെയും കർഷകര് അവര് സംഘടിക്കുന്നെങ്കിൽ രക്ഷപ്പെടുവാനും ഈ കാർഷിക മേഖല നിലനിർത്താൻ സാധിക്കും എന്നുള്ളത് സത്യമായ കാര്യമാണ്. പക്ഷെ കർഷകർ സംഘടിക്കുന്ന കാര്യത്തിൽ അതിനുള്ള ശേഷി താല്പര്യം. ഞാൻ പറയാം, എനിക്കൊരു പശു ഉണ്ടെങ്കിൽ എനിക്ക് സംഘടന പ്രവർത്തനത്തിന് നേരമില്ല. രാവിലെ 5 മണിക്ക് ഞാൻ എഴുന്നേൽക്കണം. രാത്രി 10 മണിക്കും കൂടെ പശുവിന് എന്നോട് വെള്ളം കൊടുത്തിട്ട് എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ. എനിക്ക് പശുവിനെ പട്ടിണി കിട്ടുക സമരം ചെയ്യാൻ പറ്റും. ഞങ്ങൾ ബന്ധിതരാണ്. രാവിലെ 2 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് റബ്ബർ വെട്ടാൻ പോകേണ്ടവരാണ്. രാത്രി പാതിരായിക്ക് വരെ തൊഴിൽ ചെയ്യേണ്ടവരാണ്. ഒരു ദിവസം പോലും ഒഴിവില്ലാത്തവരാണ്. എന്നാൽ ഏലക്ക പറിക്കുന്നത് ഇനി അടുത്ത ആഴ്ച പറിച്ചേക്കാം പറഞ്ഞു പോകും. നിങ്ങൾ അറിയാമല്ലോ, റബ്ബർ ടാപ്പ് ചെയ്യേണ്ടത് ഇന്ന് ടാപ്പ് ചെയ്യേണ്ടത് നാളെ ചെയ്യാൻ പറ്റില്ല. തേങ്ങ ഇടേണ്ടത് ഇന്നാണെങ്കിൽ ഇന്ന് എടുക്കും. തേങ്ങ ഉണങ്ങാൻ വെച്ചു, കുത്തി ഉണങ്ങാൻ വെച്ചു, അല്ല പൊതിച്ചിട്ടു, നാളെ കൊടുത്തേക്കാന്ന് വെച്ചാൽ ഇന്ന് തന്നെ കൊണ്ടേ കൊടുത്തിട്ട് കുട്ടിപ്പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു ബന്ധനത്തിലാണ് ഞങ്ങളുള്ളത്. അപ്പം അതും ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ നഷ്ടം സഹിച്ചുകൊണ്ട് കർഷകൻ സംഘടിക്കാൻ തയ്യാറായാൽ ഉറപ്പായിട്ടും കാർഷിക മേഖല രക്ഷിക്കാൻ പറ്റും. രാഷ്ട്രീയ നേതാക്കൾ തയ്യാറായാലും രക്ഷിക്കാൻ പറ്റും. പക്ഷെ അത് സംഭവിക്കോ ഇല്ലയോ എന്നുള്ളത് ഈ ഇലക്ഷനിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ശ്രീ അലക്സ് ഒഴിയിലേക്ക് വീണ്ടും വരുന്നു. പലപ്പോഴും കിഫ നിരന്തരമായി പോരാട്ടം നടത്തുന്ന ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ വനം വകുപ്പ്. മുൻകാലങ്ങളിൽ വന്യമൃഗങ്ങളും പ്രതികൂല കാലാവസ്ഥയുമായിരുന്നു കർഷകർക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഇന്ന് പല കർഷകരും പറയുന്നുണ്ട് വനം വകുപ്പ് പലപ്പോഴും അവർക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത ഭരണത്തിലെങ്കിലും ഈ വനം വകുപ്പിന് ഒരു അതിർവരമ്പ് നിശ്ചയിക്കേണ്ട ആ ഒരു സംവിധാനം സൃഷ്ടിക്കപ്പെടേണ്ടതല്ലേ ശ്രീ അലക്സ് ഒഴി? അത് ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഒരു ഗൂഢാലോചന സിദ്ധാന്തമൊക്കെ വരുന്നത്. അതായത് കേരളത്തിൽ വനം വളർത്തുക, മലയോര മേഖല, അതായത് പശ്ചിമഘട്ടം മുഴുവൻ ഇപ്പം ഏകവന പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. കാട്ടിൽ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടത്, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുമായി ബന്ധപ്പെട്ടത്. പശ്ചിമഘട്ടത്തിലെ വനത്തിൽ മുഴുവൻ കണക്ടിവിറ്റി ഉണ്ടാക്കണം, കണ്ടിഗ്വസ് ഫോറസ്റ്റ് ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള നിരവധി കണ്ടീഷൻസ് നമ്മൾ ഓൾറെഡി ഒപ്പിട്ട് കൊടുത്തുപോയി. പശ്ചിമഘട്ടത്തിന് ലോക പൈതൃക പദവി നമുക്ക് ലഭിച്ചു, കണ്ടീഷണലായിട്ടാണ് ലഭിച്ചത്. 2011 കിട്ടിയതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിരവധി കരാറുകൾ നമ്മൾ ഒപ്പിട്ടു, വനം വളർത്താമെന്ന് ഒപ്പിട്ട് കൊടുത്തു, അതിന്റെ ഫണ്ട് വാങ്ങി, അങ്ങനെ പലതരത്തിലുള്ള കരാറുകൾ ഗവൺമെന്റ് ഒപ്പിട്ട് പോയി. അതിന്റെയൊക്കെ ഒരു ഇംപ്ലിമെന്റേഷൻ സ്റ്റേജാണ് നമ്മൾ ഈ കാണുന്നത്. ഞങ്ങൾ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഈ രാഷ്ട്രീയക്കാര് നമ്മൾ വിചാരിക്കുന്ന പോലെ അവര് എന്താ പറയാ, ഒന്നും ഈ പറഞ്ഞ ശുദ്ധന്മാരായതുകൊണ്ടല്ല, അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. അവരും ഈ പറഞ്ഞ കോൺസ്പിറസിയുടെ ഭാഗമാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് ചതിക്കുകയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അറിയാൻ മേലാത്തതല്ല. കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾ പറയുന്നതാണ്, നിലവിലുള്ള നിയമങ്ങൾ ഉപയോഗിക്കൂ. 11-2 ഉണ്ടല്ലോ, 11-2 നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ജില്ലാ കളക്ടർ, ഇപ്പോൾ ഒരു ആന നാട്ടിലേക്ക് ഇറങ്ങി, ആനയെ വിടയിച്ചു പോലെ ജില്ലാ കളക്ടർക്ക് ഉത്തരവിടാൻ പറ്റും. ജില്ലാ കളക്ടർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ്. പഴയ CRPC ആണെങ്കിൽ 133F, പിന്നെ BNSS ആണെങ്കിൽ 152F ഉപയോഗിക്കാം. അങ്ങനെ ചെയ്ത ചരിത്രമുണ്ട് കേരളത്തിൽ. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ അത് ഉപയോഗിക്കുന്നില്ല? അതിന് പകരം ഇപ്പോഴത്തെ സർക്കാർ പറയുന്നത് ഞങ്ങൾ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യാൻ കേന്ദ്രത്തിലേക്ക് അയച്ചെന്നാണ് പറയുന്നത്. അപ്പൊ കേന്ദ്രം അംഗീകരിക്കില്ല എന്നുള്ള വേറൊരു വിഷയം. പക്ഷെ അതെല്ലാം ശുദ്ധമായിട്ടുള്ള തട്ടിപ്പാണ്. കാരണം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം ഉണ്ട്. സെക്ഷൻ 11(1) എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ്. അയാൾക്ക് ബോധ്യം വന്നാൽ അയാൾക്ക് ഏത് കടുവേനോ ആനയോ ഒക്കെ വെടിവെച്ചോളം ഉത്തരവിടാം, മറ്റു രീതിയിൽ പിടിക്കാൻ പറ്റില്ലെങ്കിൽ. പക്ഷെ അയാൾ ആ അധികാരം ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ കേരള സർക്കാർ കേന്ദ്രത്തിലേക്ക് അയച്ചിരിക്കുന്ന നിയമ ഭേദഗതിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭേദഗതി, ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം അയാളുടെ താഴെയുള്ള CCFമാർക്ക് കൊടുക്കണമെന്നാണ്. ഏറ്റവും മുകളിലുള്ള ആൾ ചെയ്യാത്ത അധികാരം എങ്ങനെ അയാളുടെ താഴെയുള്ള ആൾ ചെയ്യുമെന്ന് കരുതുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പൊ ഇതെല്ലാം ഈ ഒരു ഡൈവേഷണറി ടാക്ടിക്സ് ആണ്. അപ്പൊ പരിഹാരം അതുകൊണ്ടൊന്നും ഉണ്ടാവില്ല. ആർജവമുള്ള സർക്കാർ ഉണ്ടെങ്കിൽ, നട്ടലുള്ള സർക്കാർ ഉണ്ടെങ്കിൽ, മന്ത്രി ഉണ്ടെങ്കിൽ, നിലവിലുള്ള നിയമപ്രകാരം തന്നെ നമുക്ക് നല്ല രീതിയിൽ പരിഹാരം കാണാൻ പറ്റും. പിന്നെ അതിപ്പം ഈ ആന, കടുവ, പുലിയൊക്കെയുള്ള സാധനങ്ങൾ. അതുപോലെ തന്നെ ഇപ്പൊ കുരങ്ങ് ഒരു വളരെ വലിയ വിഷയമായിട്ട് വന്നിരിക്കുകയാണ്. കുരങ്ങ് ദൗർഭാഗ്യവശാൽ ഷെഡ്യൂൾ 1-ലാണ്.
ഷെഡ്യൂൾ 1 ഇപ്പൊ കടുവയുടെ അതേ പ്രൊട്ടക്ഷൻ ആണ് കുരങ്ങിന്. ശുദ്ധ അസംബന്ധമാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് മാറ്റേണ്ട കാര്യമാണ്. കുരങ്ങനെ ഷെഡ്യൂൾ 1 നിന്ന് 2 മാറ്റണം. ഈ ഷെഡ്യൂൾ 2 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ 11B പ്രകാരം കാട്ടുപന്നിയെ കൊല്ലുന്ന പോലെ കുരങ്ങനെ കൊല്ലാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഉത്തരവിടാൻ പറ്റുള്ളൂ. അതിന്റെ ശുപാർശ കേരളത്തിൽ നിന്ന് ഒരു ശുപാർശ പോലും പോയിട്ടില്ല കേന്ദ്രത്തിലേക്ക്. അതിനകത്തുള്ളൊരു പ്രശ്നം. അപ്പൊ കേന്ദ്രം ആക്ട് ചെയ്യുന്നത് സംസ്ഥാനങ്ങളുടെ ശുപാർശയുടെ പുറത്താണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് അങ്ങോട്ട് അറിയിച്ചാലേ കേന്ദ്രം അത് ചെയ്യൂ. ഇപ്പൊ ഹിമാചൽ പ്രദേശിൽ കുരങ്ങ് വെറുമനായിരുന്നു. വെറുമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ വേണം കൊല്ലുവോ തിന്നുവോ എന്ത് വേണം ചെയ്യാം. 2021 ശേഷം ഈ വെർമിൻ എന്ന് പറഞ്ഞ പ്രയോഗം കേന്ദ്രം ഉപയോഗിച്ചിട്ടില്ല. അത് RSSന്റെയും BJPയുടെയും ഒക്കെ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അവർ ഞങ്ങൾ കൊല്ലുന്ന പരിപാടി ഇല്ല എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ വന്നു. അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലും അത് തന്നെയാണ്. അപ്പൊ ഇനിയിപ്പോ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൂടുതൽ പ്രഷർ ഇട്ടാലേ അത് ഒരു പക്ഷേ മാറ്റം വരുള്ളൂ. നമ്മൾ പറയുന്നത് കുരങ്ങിനെ അടിയന്തരമായിട്ട് ഷെഡ്യൂൾ 1 നിന്ന് മാറ്റി 2 ഇടുകയും ഈ ഇപ്പൊ നിലവിൽ കാട്ടുപന്നിയുടെ കാര്യത്തിൽ ചെയ്യുന്ന പോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കൊല്ലാനുള്ള അധികാരം കൊടുക്കുകയും ചെയ്യുക. ഞാൻ അതിന്റെ കാര്യമാണ്. എനിക്ക് 50 തെങ്ങുണ്ട്. എനിക്ക് എന്റെ വല്യപ്പനായിട്ട് നട്ട തെങ്ങ. ഞാൻ കാര്യമായിട്ട് പണി തൊട്ടില്ലെങ്കിൽ ഒരു പറക്കിൽ ഒരു 100 തേങ്ങ കെട്ടിക്കൊണ്ടിരുന്ന. ഞാൻ തേങ്ങ പറഞ്ഞിട്ട് ഇപ്പൊ രണ്ട് വർഷമായി തേങ്ങ പറഞ്ഞിട്ട്. ഇപ്പൊ അരയ്ക്കാൻ തേങ്ങ പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥ. 50 തെങ്ങുള്ള ആളാ ഞാൻ. ഇതാണ് അവസ്ഥ. ഇപ്പൊ നാളികേരം ഉത്പാദനം തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിളയാണ് നാളികേരം. ഏകദേശം 2000 കോടി രൂപയുടെ നാളികേരം കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പ് നമ്പർ വീട്ടാണ് വിള. ഈ നാളികേരത്തിന്റെ ഉത്പാദനം പറ്റേ കുറഞ്ഞു. സംഗതി ഒരു പകുതിയിലധികം ഉത്പാദനം കുറഞ്ഞു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ വന്യമൃഗ ശല്യം, കുരങ്ങടക്കമുള്ള കുരങ്ങ് മലയെണ്ണാൻ ഈ സാധനമാണ്. പ്ലസ് പിന്നെ മണ്ടരി അങ്ങനെയുള്ള രോഗങ്ങളും ഉണ്ട്. അപ്പൊ ഈ രീതിയിൽ കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ പരമദയനീയം എന്ന് പറഞ്ഞാൽ പരമദയനീയമാണ്. ഞാൻ എന്റെ നാട്ടിൽ 5 ഏക്കർ സ്ഥലമുള്ളവർ കൂലിപ്പണിക്ക് പോവാ, അല്ലെങ്കിൽ പെയിന്റ് പണിക്ക് പോകുന്നു, ഓട്ടോറിക്ഷ ഓടിക്കുന്നു. ഒരു 15-20 വർഷം മുമ്പ് അന്തസ്സായിട്ട്, നേരത്തെ ജോഷ പറഞ്ഞ പോലെ അന്തസ്സായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇപ്പോ 5 ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണ്. 10 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അവൻ ഏറ്റവും വലിയ കടക്കാരനായിരിക്കും എന്ന് യാതൊരു സംശയമില്ലാണ്ട് പറയാൻ പറ്റും. അപ്പം സ്ഥലം എന്നത് ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കുന്നു. ഒരു തരത്തിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ്. അപ്പൊ ഞാൻ ഈ നമ്മുടെ 2ാമത്തെ പാർട്ട് ഈ ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ട കാര്യം ഞങ്ങൾ ഈ നമ്മുടെ ലാൻഡ് റിഫോംസ് 63 സാഹചര്യത്തിൽ വന്ന നിയമമാണ്. അന്നത്തെ സാഹചര്യത്തിൽ അത് വളരെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ് സീലിംഗ് ആക്ട് ഉണ്ട്. നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ലാൻഡിന്റെ പരിധിയുണ്ട്. ഒരു കുടുംബത്തിന് 15 ഏക്കറേ പറ്റുള്ളൂ. ഒരു വ്യക്തിക്ക് മാക്സിമം 5 മുതൽ 7.5 ഏക്കർ വരെ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതിന് എക്സംഷൻ ഉള്ള തോട്ടഭൂമിക്ക് മാത്രമാണ്. തോട്ടഭൂമിയിൽ 7 കൃഷിയെ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ 75 വർഷം മുമ്പ് കൊണ്ടുവന്ന ഈ സാധനം ഈ 7 വിളകളെ പറ്റുള്ളൂ എന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണ്? ഇപ്പം നമ്മുടെ പഴവർഗ്ഗ കൃഷികൾ, ഇപ്പം നമ്മുടെ റംബുട്ടാനുണ്ട്, സപ്പോട്ട, മാങ്ങ, പ്ലാവ്, ഇങ്ങനെയുള്ള കൃഷികളൊക്കെ തോട്ടഭൂമിയിൽ ചെയ്താൽ എന്താ കുഴപ്പം? അതുപോലെ പാലുൽപാദനം. ഇപ്പൊ പാലുൽപാദനം ഓരോ വർഷം ക്രമാനുഗതമായിട്ട് കുറഞ്ഞു വരിക കേരളത്തില്. അതിൽ കൃഷി ഉപേക്ഷിച്ച് പോവാണ്. ഇപ്പൊ തോട്ടഭൂമിയിൽ പുല്ല് വളർത്തിയിട്ട് നമ്മുടെ ന്യൂസിലൻഡ് അമേരിക്കയിൽ ചെയ്യുന്ന ഒരു 1000 ഏക്കർ 2000 ഏക്കർ സ്ഥലത്ത് പുല്ല് വളർത്തി അവിടെ പശുവിനെ കൃഷി ചെയ്ത് പശുവിനെ വളർത്തി എന്താ കുഴപ്പം? ആകാശം ഇടിഞ്ഞു വീഴും. അപ്പൊ ഈ രീതിയിൽ ഇതൊക്കെ നമ്മുടെ പിള്ളേരെ നാട്ടിൽ പിടിച്ചു നിർത്താനുള്ള ഒരു മാർഗം കൂടിയാണ്. ഇതിൽ ഇപ്പൊ എക്കോണമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. ഇപ്പൊ 5 ഏക്കറിൽ നിന്ന് കൃഷി ചെയ്താൽ ഒന്നും കിട്ടില്ല. പക്ഷെ 50 ഏക്കർ 100 ഏക്കറോ അല്ലെങ്കിൽ 500 ഏക്കറോ 1000 ഏക്കറോ കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് ഇത് മാറുക എന്നല്ലാതെ അങ്ങനെ മാറി പരമാവധി മെക്കനൈസ് ചെയ്യാം. നമുക്ക് തൊഴിലാളികളില്ല, കർഷകരും ഇല്ല. അപ്പൊ ഉള്ള കർഷകർക്ക് മാക്സിമം സ്ഥലം ഹോൾഡ് ചെയ്ത് കൃഷി ചെയ്യാൻ പറ്റണ്ടേ? അതിന് ഒന്നുകിൽ സ്ഥലം വാങ്ങണം, അല്ലെങ്കിൽ 2ാമത് സ്ഥലം ലീസിന് എടുക്കണം. ലീസ് പാട്ടം നിരോധിച്ചിരിക്കുകയാണ് കേരളത്തില്. ഈ 63 ലാൻഡ് റിഫോംസ് ആക്ടിന് ശേഷം പാട്ടം എന്ന് പറയുന്ന സംഗതി കേരളത്തിൽ അബ്സല്യൂട്ട് നിരോധനമാണ്. ഇപ്പൊ കേരളത്തിൽ കൃഷി ചെയ്യുന്ന എല്ലാ പാട്ടകൃഷിയും നിയമവിരുദ്ധമാണ്. ഇപ്പൊ കേരളം 4000 കോടിയുടെ കപ്പയാണ് കേരളത്തിൽ ഒരു വർഷം ഉത്പാദിപ്പിക്കുന്നത്. അതിൽ 80% പാട്ടകൃഷിയാണ്, നിയമവിരുദ്ധമാണ്. 3000 കോടിയുടെ പഴം, ഏത്തപ്പഴവും ഈ വാഴപ്പഴം മാത്രം 3000 കോടിയുടെ വാല്യൂ ഉണ്ട്. അതൊരു 80% പാട്ടമാണ്, നിയമവിരുദ്ധമാണ്. പൈനാപ്പിള് 500 കോടിയുടെ പൈനാപ്പിളാണ് കേരളത്തിൽ കൃഷി ചെയ്യുന്നത്. ഈ റബ്ബറിന്റെ റീപ്ലാന്റ് മൊത്തം നടക്കുന്ന പൈനാപ്പിൾ കൃഷി വഴിയാണ്. 100% പാട്ടമാണ്, നിയമവിരുദ്ധമാണ്. അപ്പം ഇതൊക്കെ മാറ്റേണ്ട, എപ്പോഴേ മാറ്റേണ്ട കാര്യം കഴിഞ്ഞു. സമയം കാലഘട്ടപ്പെട്ടിരിക്കുന്നു. അതൊന്ന്. 2ാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഈ തോട്ടഭൂമി ഈ കേരളത്തില് നമ്മൾ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യണം. ഏകദേശം 8 ലക്ഷം ഏക്കർ തോട്ടഭൂമി കേരളത്തിലുണ്ട്. അത് തോട്ടമേഖല പരിപൂർണ്ണമായിട്ട് തകർന്നു വരുമ്പോഴേ കിടക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ പറയുന്നത് കേരളത്തില് നമ്മുടെ പിള്ളേർ നാട് വിട്ടു പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു വിഷയം. എന്തുകൊണ്ടാണ് പിള്ളേർ നാട് വിട്ടു പോകുന്നത്? നാട്ടിൽ ജോലിയില്ല. എന്തുകൊണ്ടാണ് ജോലിയില്ല? നമുക്ക് നല്ല പട്ടണങ്ങളില്ല. നമുക്ക് അവിടെ നമ്മുടെ ഇപ്പം ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ IT പാർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കുകളുണ്ട്. പക്ഷെ അവിടെ ഒരു നന്നായിട്ട് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള നമ്മുടെ ബാംഗ്ലൂർ ഒരു ജയനഗർ പോലെ, അല്ലെങ്കിൽ ഒരു കോരമംഗലം പോലെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ചെറിയ ടൗൺ പോലും കേരളത്തിലില്ല. നമ്മുടെ ടൗണുകളൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധം വൈകൃതമാക്കപ്പെട്ടു. പ്ലാൻഡ് ആയിട്ട് സിറ്റികളില്ല. പക്ഷെ പുതിയത് പണിയാൻ സ്ഥലമില്ലെന്നാണ് സർക്കാർ പറയുന്നത്. ഞാൻ പറയുന്നത് തോട്ടഭൂമികൾ, പുതിയ ടൗൺഷിപ്പുകൾ വരണം.
തോട്ടഭൂമിയിൽ പുതിയ ടൗൺഷിപ്പുകൾ വരണം, അവിടെ IT പാർക്കുകൾ വരണം, പ്ലാന്റ് സിറ്റി, നമുക്ക് യൂറോപ്യൻ നിലവാരത്തിലുള്ള ലോകത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് രീതിയിലുള്ള ടൗണുകൾ കേരളത്തിൽ വരണം. ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരും, നമ്മുടെ പിള്ളേർ ഇവിടെ നിൽക്കും. സ്ഥലമില്ല എന്ന് പറയരുത്, സ്ഥലമില്ല എന്നുള്ളത് ശുദ്ധമായ തട്ടിപ്പാണ്. 8 ലക്ഷം ഏക്കറാണ് തോട്ടഭൂമി എന്ന് പറയുന്നത്. നമ്മുടെ നാടൻ ഭാഷയിൽ പറയുമല്ലോ, പട്ടിയുടെ അതിന് മുഴുവൻ കിട്ടിയല്ലോ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ലോക്കായി കിടക്കാണ്. ആ സ്ഥലം അൺലോക്ക് ചെയ്യണം. ഞാനിത് പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോഴിക്കോട് ഇപ്പൊ കൊച്ചി സിറ്റിക്ക് ഞാൻ മൂവാറ്റുപുഴ തൊടുപുഴ ഭാഗത്ത് ഒരു സാറ്റലൈറ്റ് സിറ്റി പണിയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ പാലാ എടുത്തു, പാലായ പൊൻകുന്ന മേഖലയിൽ എത്രയോ തോട്ടങ്ങളുണ്ട്, കാഞ്ഞിരപ്പള്ളി ഭാഗമുണ്ടല്ലോ. ആ ഭാഗത്തുള്ള തോട്ടഭൂമി പൂൾ ചെയ്തിട്ട് ഒരു 10,000 ഏക്കർ അല്ലെങ്കിൽ 20,000 ഏക്കർ പൂൾ ചെയ്തിട്ട് അവിടെ ഒരു സാറ്റലൈറ്റ് സിറ്റി പണിയാ കൊച്ചിക്ക്. അങ്ങോട്ട് എക്സ്പ്രസ് ഹൈവേ, 10 ലൈൻ എക്സ്പ്രസ് ഹൈവേ ഇട്ട് കൊടുക്കുക. 1/2 മണിക്കൂർ കൊണ്ട് പാലായിൽ നിന്ന് കോട്ടയത്ത് കൊച്ചി എത്താൻ പറ്റും, അല്ലെങ്കിൽ മൂവാറ്റുപുഴയിൽ നിന്ന് കൊച്ചി എത്താൻ പറ്റും എക്സ്പ്രസ് ഹൈവേ ഇട്ടാല്. അവിടെ പുതിയ സിറ്റി വരട്ടെ, അവിടെ ഇൻവെസ്റ്റ്മെന്റ് വരട്ടെ, IT കമ്പനികൾ ക്യൂ നിൽക്കും. ഈ രീതിയിൽ നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യണം. നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് നമ്മുടെ അത് ഉപയോഗിക്കാതെ വെറുതെ കാട് പിടിച്ച് വന്യമൃഗങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പിള്ളേര് വന്ന് നാട് വിട്ടു പോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്ത് ദയനീയമാണ്. ഏതെങ്കിലും രാഷ്ട്രീയ രീതിയിൽ ചിന്തിക്കുന്നുണ്ടോ? അപ്പൊ ഈ രീതിയിലുള്ള ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് വരണം എന്നുള്ളതാണ് ഗിഫയുടെ ശക്തമായിട്ടുള്ള ഒരു നിലപാട്. തീർച്ചയായും വളരെ സുപ്രധാനമായിട്ടുള്ള ജോൺസൺ കുച്ചോറമ്പലിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഷക്കീന ഡിബേറ്റിൽ തന്നെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഈ നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത്. പലപ്പോഴും നമ്മളത് എടുത്ത് പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇടുക്കി, വയനാട്, പത്തനംതിട്ട പോലുള്ള പല മേഖലകളിലും പോപ്പുലേഷൻ ഗ്രോത്ത് ഒരു നെഗറ്റീവ് തലത്തിലാണ് എത്തി നിൽക്കുന്നത്. പലരും ഭൂമി ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് കുടിയേറേണ്ട ഒരു അവസ്ഥ. പിന്നീട് ആ ഭൂമി ആരാണ് കൈക്കലാക്കുന്നത് എന്ന് നോക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ ചില അജണ്ടകളുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ മലയോര കർഷകരെ, പ്രത്യേകിച്ച് ഈ മലയോര കർഷകരെ ഇങ്ങനെ കുടിയിറക്കുക, പ്രത്യേകിച്ച് ഈ നല്ല ടൂറിസത്തിന് പറദീസയായിട്ടുള്ള ഭൂമികളിൽ നിന്നും അവരെ കുടിയിറക്കുക എന്നത് ഒരു അജണ്ടയാണോ ചിലരുടെ? ശ്രീ ജോൺസൺ കുച്ചോറമ്പൽ എന്ത് തോന്നുന്നു? ഒരു സംശയമില്ല, അങ്ങനെ അജണ്ട ഉണ്ട്. വളരെ വ്യക്തമായിട്ട് എന്റെ ഉറച്ച ബോധ്യത്തോടെ ഞാൻ പറയുന്നു, മലയോര കർഷകരെ കുടിയിറക്കുന്നില്ല, സ്വയം കുടിയിറങ്ങാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ നിയമങ്ങളെ കർക്കശമാക്കിക്കൊണ്ട് അവിടെ ജനവിഭാഗം ഇല്ലാതാകാനുള്ള ഗൂഢനീക്കം നടത്തുന്നുണ്ട്. അതിന് ഈ അലക്സ് പറഞ്ഞ ഈ പശ്ചിമഘട്ടങ്ങളിലെ വനവൽക്കരണ പദ്ധതി അടക്കമുള്ള നിരവധി കാരണങ്ങളുണ്ട്. മാങ്കുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് 900 ക്രൈസ്തവ കുടുംബങ്ങൾ ഉണ്ടായിരുന്ന ഇടവകയാണ് മാങ്കുളം. 900. ഇപ്പൊ 400 കുടുംബങ്ങളില്ല, 500 കുടുംബങ്ങൾ അവിടെ പോയി. ചിലരൊക്കെ പറയും മക്കൾക്ക് ജോലി കിട്ടി, മക്കൾക്ക് കുറെ കൂടെ സാഹചര്യം കിട്ടിയപ്പോ ഒരു പാലായി വീട് വെച്ചു. അത് അങ്ങനെ കുറെ പേര് പോയിട്ടുണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഭൂരിപക്ഷം പേരും പോയിരിക്കുന്നത് വന്യമൃഗശല്യം കൊണ്ടാണ്. വസ്തുതയാണ്. ഒറ്റ പഞ്ചായത്തിന്റെ കാര്യമാണ് ഈ പറഞ്ഞ മാങ്കുളം. ഇതുപോലെ എത്ര പ്രദേശത്ത് നിന്ന് പോയിരിക്കുന്നു അങ്ങനെ ഒരു നീക്കം നടക്കുന്നു. അലക്സ് പറഞ്ഞ ഈ ഒരു വിഷയമുണ്ടല്ലോ, അതായത് ഒരു നഗരം, ഒരു ടൗൺഷിപ്പ് നമ്മൾ രൂപപ്പെടുത്തുക. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ എത്രയോ വർഷം നമ്മുടെ നാട് ഭരിച്ച ഒരു മന്ത്രിയായിട്ടും MLA ഒക്കെ ആയിട്ട് C. ദിവാകരൻ, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, അദ്ദേഹം തന്നെ ചോദിച്ചില്ലേ, ഇവിടെ ഒരു സ്കൂട്ടർ ഉണ്ടാക്കുന്ന ഫാക്ടറി, ഒരു കാർ ഉണ്ടാക്കുന്ന ഫാക്ടറി. അദ്ദേഹം ചോദിച്ചതാ. എത്ര വർഷം അധികാരത്തിലിരുന്ന ആളാ അദ്ദേഹത്തിന്റെ പാർട്ടിയല്ല, മൊത്തത്തിലുള്ള സ്ഥിതി ചോദിച്ചതാ. ഇതാണെന്നേ പ്രശ്നം. ഇവിടെ ഒരു ഇൻഡസ്ട്രി ഇല്ല, ഒരു വ്യവസായമില്ല. ഇപ്പൊ കൃഷിക്കാരന് അവന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുവാനും അത് വിറ്റഴിക്കുവാനും ഒക്കെയുള്ള വ്യവസായങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ അതിനോടനുബന്ധിച്ച് പുതിയ തലമുറയ്ക്ക് ഇവിടെ നിന്ന് തൊഴിലെടുക്കാനാവൂ. അങ്ങനെ തൊഴിലെടുക്കാവുന്ന സാഹചര്യമില്ല. ഈ കൃഷിക്കാരന്റെ മകൻ എന്നും ചാണകവും അടിച്ച് ഈ പറമ്പിൽ മാത്രം നിൽക്കണമെന്നാണോ പറയുന്നത്? ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് കർഷകന്റെ മക്കൾക്കും ഉയർന്ന ചിന്ത തലത്തിലേക്ക് ഉയരാൻ കഴിയണ്ടേ? അല്ലെ? ഒരു 1000 ഏത്തക്കൊല ഉണ്ടാക്കുന്നവന് ആ ഏത്തക്കൊല കൊണ്ട് ചിപ്സ് ഉണ്ടാക്കി, അല്ലെങ്കിൽ അതുകൊണ്ട് പഴങ്ങൾ കൊണ്ട് മറ്റു വിഭവങ്ങൾ ഉണ്ടാക്കി അത് വിറ്റഴിക്കാനുള്ള വിപണി വേണ്ടേ? അപ്പൊ അത്തരം ഒരു കാർഷികാധിഷ്ഠിത വ്യവസായത്തെ കുറിച്ച് പോലും ഇവിടെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. ഇവിടെ നിന്ന് കുടിയിറങ്ങാൻ പ്രേരിപ്പിക്കുന്നുണ്ട്, അതൊന്ന്. 2, കൃഷിയെ സ്നേഹിക്കുന്നില്ല. ഈ നമ്മൾ ഇങ്ങനെ അന്നമുട്ടുന്ന ജോർജി ഇന്റർവ്യൂ പറഞ്ഞ അന്നമുട്ടുന്ന കർഷകൻ, ഇതൊക്കെ പഴയ പദമാണ് ജോർജി. കർഷകൻ അന്നമൂട്ടുന്നവനാണെന്നുള്ള ബോധമൊന്നും ഈ ഭരിക്കുന്നവർക്കില്ല. കർഷകൻ എന്ന് പറയുന്ന ഒരു അടിസ്ഥാന വർഗം. ജോഷുവ പറഞ്ഞതുപോലെ ഒരു അടിമ വർഗം. അടിമ ഏത് രാഷ്ട്രീയക്കാരനും ഇപ്പൊ ഒന്നിച്ച് തിരുവമ്പാടിയില് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പറയുമ്പോൾ
കിഫ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ കൈയടിച്ചിട്ട് പിറ്റേ ദിവസം പോയി വോട്ട് ചെയ്യുന്ന ഒരു അടിമ വർഗം, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് കർഷകർ ഉയർന്നിട്ടില്ല. കർഷകനെ പോലും ഞാൻ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ പതിയും. ഈ കല്യാണങ്ങൾക്കൊക്കെ ഇപ്പോ ഈ ആങ്കറിംഗ് ഉണ്ടല്ലോ, ചെറുക്കന്റെയും പെണ്ണിന്റെയും വീട്ടുകാർ കയറിയിട്ട്. അപ്പൊ ഈ കൃഷിക്കാരനായ അപ്പന്റെ മകന് ആണെങ്കിൽ പരിചയപ്പെടുത്തുന്ന പോലും ഈ നല്ലൊരു കൃഷിക്കാരനാണ്, കൃഷിക്കാരന്റെ മകനാണ് മകൻ എന്ന് പറയാൻ പലരും മടിക്കുക. അവൻ വേണമെങ്കിൽ പ്ലാന്റർ എന്ന് പറയും. കർഷകൻ പോലും കർഷകനാണെന്ന് പറയുന്നതിൽ ഒരു അഭിമാനം കണ്ടെത്തുന്നില്ല. നമ്മളുണ്ടാക്കുന്ന ചീരയും കപ്പയും വാഴയും എല്ലാം കഴിച്ചാണ് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത്. പക്ഷെ നമുക്ക് തന്നെ തോന്നണ്ടേ നമ്മൾ കർഷകൻ എന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ. എവിടെയെങ്കിലും ഒരു സർക്കാർ ഓഫീസിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ പോയിട്ട് പേര് രേഖപ്പെടുത്തിയിട്ട് താഴെ തൊഴിൽ എന്നാണ് കൊടുത്ത് കർഷകൻ എന്ന് എഴുതാൻ മടിയാ. അങ്ങനെ സ്വയം ലജ്ജിക്കുന്നതിനെ എങ്ങനെ രാഷ്ട്രീയക്കാരൻ അംഗീകരിക്കും? രാഷ്ട്രീയക്കാരന് ഈ കർഷക സംഘടനയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പോഷക സംഘടന, ഓരോ പാർട്ടിക്കും കർഷക സംഘടനകൾ. അത് അവരുടെ ചില ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്ത് ഒരു ഭാരവാഹിത്വം കൊടുക്കാൻ, പാർട്ടിയുടെ മുഖ്യധാര ഭാരവാഹിത്വത്തിലേക്ക് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരെ കർഷക പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതാവായിട്ടും ജില്ലാ നേതാവായിട്ടൊക്കെ അവരോധിക്കാനുള്ള ഒരു പ്രസ്ഥാനം എന്നല്ലാതെ ഈ കർഷകന്റെ വിഷയങ്ങൾ ഏറ്റെടുക്കുകയോ അതിനോട് ആത്മാർത്ഥമായിട്ടോ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇടുക്കിയെ കുറിച്ച് പറഞ്ഞ അലക്സെ എത്ര പ്രാവശ്യം ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ചു? അലക്സയുടെ കണക്കൊന്ന് വായിച്ചാൽ ജനം അന്തം വിട്ടുപോകും. ഇടുക്കി പാക്കേജിന് പ്രഖ്യാപിച്ചത്, അതിൽ ബജറ്റിന് വകയിരുത്തിയ പണമുണ്ട്. പ്രഖ്യാപിച്ചത് പോട്ടെ, അത് 10,000 കോടിയാണ്. ബജറ്റിൽ പ്രഖ്യാപിച്ച കോടികളുണ്ട്. 1% പോലും ചിലവഴിച്ചില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ പ്രഖ്യാപനം? അല്ലേ, 1% എന്ന് പറഞ്ഞ് ഇടുക്കി പാക്കേജിൽ ഒരു പദ്ധതി പോലും ഇടുക്കി പാക്കേജ് പ്രകാരം ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാ ഈ പദ്ധതികൾ? ഇതൊക്കെ ബജറ്റ് വരുന്നു, 2-3 ദിവസങ്ങളിൽ പത്രങ്ങളിൽ ചർച്ച ചെയ്യുന്നു, രാഷ്ട്രീയക്കാർ അവരുടെ നേട്ടമായിട്ട് പറയുന്നു. ഇപ്പൊ ഇത്തവണത്തെ പ്രഖ്യാപനത്തിൽ വന്നിരിക്കുക ഇടുക്കിയെ കുറിച്ച് ഒരു തുരങ്കപാത. ഇടുക്കിക്ക് മാത്രമല്ലല്ലോ, തമിഴ്നാടിനോട് ചേർന്ന അങ്ങനെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കാൻ കഴിയുമോ? ജനങ്ങളെ വെറും മണ്ടന്മാരാക്കുന്ന പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത്. കൃഷിക്കാരന് വേണ്ടി ഒരു നിലപാടും എടുക്കുന്നില്ല. അത് ഇടതുവായിക്കോട്ടെ വലതുവായിക്കോട്ടെ. ഞാൻ പറഞ്ഞത് ജനാധിപത്യ സർക്കാരുകൾ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ മുഴുവൻ കർഷകരെ കബളിപ്പിക്കുന്നതാണ്. ഈ ആടിന് പ്ലാവര കെട്ടിക്കൊടുക്കുകയാണല്ലോ, ഇങ്ങനെ ഒരു കമ്പനി കെട്ടിക്കൊടുക്കുക. അപ്പം അത് ഉയരത്തിലോട്ട് ഇപ്പം നമ്മളിപ്പോ രാവിലെ കെട്ടിക്കൊടുത്ത് ആട് തിന്നണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ താത്ത് കെട്ടിക്കൊടുക്കും, ആട് നന്നായിട്ട് തിന്നും. അത് തിന്നു കഴിയുമ്പോൾ നമ്മൾ അടുത്ത്, അങ്ങനെയാണല്ലോ ജോഷോ അല്ലേ, ജോഷോ ചേട്ടാ, അങ്ങനെയാണല്ലോ കെട്ടിക്കൊടുക്കും. നമ്മളിപ്പോ രാവിലെ 10 മണിക്ക് ഒരു പുറത്ത് കൊച്ചിട്ട് സ്കൂളിൽ പോവുക, നമ്മൾ ഉച്ച കഴിഞ്ഞാൽ വരുവുള്ളെങ്കിൽ നമ്മൾ ഈ ആടിന് കെട്ടിക്കൊടുക്കുന്ന ഇല താത്ത് കെട്ടിക്കൊടുക്കുകയാണ്, കുറച്ച് പൊക്കി കെട്ടിക്കൊടുക്കും. ആട് ചാടി കയറണം. അപ്പൊ ഈ ആവശ്യത്തിന് തിന്നാൻ കഴിയത്തുമില്ല. ഈ ഇല അവിടെ ഉള്ളത് കൊണ്ട് ആടൊട്ട് വേറെ പ്രശ്നം ഉണ്ടാക്കത്തുമില്ല. ഇതുപോലെ എന്നും പ്രശ്നങ്ങളെ ഉയർത്തി നിർത്തി ഈ മനുഷ്യനെ ഇങ്ങനെ കുരങ്ങിനെ പോലെ ചാടിക്കുന്ന ഒരു നയമാണ് ഈ രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്നത്. പ്രശ്നം പരിഹരിക്കുകയില്ല. പ്രശ്നം ഉണ്ടെങ്കിലല്ലേ മുദ്രാവാക്യം വിളിക്കാൻ ആളുള്ളൂ. പ്രശ്നം ഉണ്ടെങ്കിലല്ലേ ഈ കർഷക സംഘടനയിൽ ചേർന്ന് സമരം ചെയ്യാൻ ആളുള്ളൂ. അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കണമെന്ന് താല്പര്യമില്ല, കൃഷിക്കാരൻ നിലനിൽക്കണമെന്ന് താല്പര്യമില്ല. ഇവിടെയൊക്കെയാണ് കർഷക സംഘടനകൾ കുറെ കൂടെ ഐക്യത്തോടെ നിൽക്കേണ്ടതും കുറെ കൂടെ ലക്ഷ്യബോധത്തോടെ, കൃത്യമായ ലക്ഷ്യം ഉണ്ടാവണം കർഷക സംഘടനകൾക്ക്. ആ ലക്ഷ്യബോധത്തോടെ കർഷകരെ അണിനിരത്തേണ്ടത്. അവർ ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയപരമായി ചിന്താഗതികളോ രാഷ്ട്രീയ ചായ്വുകളിലേക്കോ പോകരുത്. വലിയ മുന്നേറ്റങ്ങളൊക്കെ ഇടുക്കിയിലെ മണ്ണിലുണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അവസാന ഘട്ടത്തിൽ അത് ഇല്ലാതായി പോകാനുള്ള കാരണം അതിന്റെ രാഷ്ട്രീയപരമായ ഇടപെടലുകളും അതിലെ ചില പിഴവുകളുമാണ്. പക്ഷെ അതിനപ്പുറം ഒരു സമ്മർദ്ദ ശക്തി കർഷകൻ, ഇപ്പോ നെടുങ്കണ്ടത്തെ ഒരു പഞ്ചായത്തിൽ ഇന്ന വാർഡിൽ അവിടുത്തെ കർഷക കൂട്ടായ്മയെ പിണക്കിയാൽ ജയിക്കാനാവില്ല എന്ന് മുഖ്യധാര രാഷ്ട്രീയ കക്ഷിക്ക് തോന്നണം. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ ഇപ്പൊ 25 വർഷമായി ഇടതു മുന്നണിയാണ് അവിടുത്തെ ജയിച്ചു വരുന്നത്. ഉടുമ്പൻചോലയിൽ ഇനി ജയിച്ചു വരണമെങ്കിൽ ഉടുമ്പൻചോലയിലെ ഭൂപ്രശ്നങ്ങളിൽ സങ്കീർണമായിരിക്കുന്ന ഉടുമ്പൻചോലയിലെ കർഷകരെ പിണക്കിക്കൊണ്ട് ജയിച്ചു വരാനാവില്ല എന്ന് ജയിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷിക്ക് തോന്നണം. ഇടുക്കിയിൽ എങ്ങനെയാണ്? ഇടുക്കിയിൽ ഇടതായിരുന്നാലും വലതായിരുന്നാലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധിയാണല്ലോ അവിടെ ജയിച്ചു വരുന്നത്. അടുത്ത പ്രാവശ്യം അദ്ദേഹം സ്ഥാനാർത്ഥിയായിരിക്കും. അദ്ദേഹത്തിന് തോന്നണം ഇടുക്കിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ എനിക്കിവിടെ ജയിക്കാനാവില്ല എന്ന് തോന്നണം. അതിനുള്ള സമ്മർദ്ദ ശക്തിയായിട്ട് കൃഷിക്കാരൻ മാറണം. അവനല്ലാതെ പരമ്പരാഗത അലക്സ് പറഞ്ഞ പോലെ പരമ്പരാഗത കോൺഗ്രസും
പരമ്പരാഗത കമ്മ്യൂണിസ്റ്റും പരമ്പരാഗത കേരള കോൺഗ്രസും എന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളാതെ ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ചില്ല, നിന്നെ ഒന്നും ഞങ്ങൾക്ക് വേണ്ടറാവെന്ന് അങ്ങ് ലോഹിത്തിലങ്ങ് പറഞ്ഞു വിടാൻ പഠിക്കണം. ആ മനോഭാവം ഉണ്ടായില്ല എങ്കിൽ മുന്നോട്ട് പോകാൻ വലിയ പാടാണ് ജോലി. കൃഷിക്കാരന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിലെ മണിമല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾ ചായ കുടിച്ചിട്ട് ഹർത്താലാണല്ലോ, പുറത്തു പോകാൻ കഴിയില്ല. അന്നേരം ഞാൻ വന്നിരിക്കുന്ന വീട്ടിലെ ആളെന്നോട് പറയാം, ജോൺസാ, ഈ കറുകച്ചാലിൽ നിന്ന് മല്ലപ്പള്ളി വഴി തിരുവല്ലായ്ക്ക് പോകുന്ന വഴി ഒന്ന് പോകണം. ഓരോ വീടിന്റെയും മുറ്റത്ത് ചെന്നിട്ട് ഗേറ്റിന്റെ അവിടെ ചെന്നിട്ട് അകത്തോട്ട് നോക്കണം. കരിയില കൂട്ടം കൂടി കിടക്കുക. വീട് മുഴുവൻ പായൽ പിടിച്ച് മുറ്റം മുഴുവൻ കരിയിലയായി കിടക്കുക. ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുക. എന്താ കാര്യം? ഒറ്റ വീട്ടിൽ ആളില്ല. പത്തനംതിട്ടയിൽ മാത്രം 61,000 വീടുകൾ അടഞ്ഞു കിടക്കുന്നു. തിരുവല്ല ചങ്ങനാശ്ശേരി പ്രദേശത്തെ കണക്കോട് എടുത്താൽ നമ്മുടെ നെഞ്ചിടിച്ചു. അത്രമാത്രം വീടുകൾ കിടക്കുന്നു. ഇതിലും വലിയൊരു അപകടം, കോടിക്കണക്കിന് രൂപ ബാങ്കുകളിൽ അവകാശികളില്ലാതെ ഇങ്ങനെയുള്ള വീടുകളിൽ താമസിച്ചിട്ട് മരണപ്പെട്ടു പോയവരുടെ പണം അവകാശികളില്ലാതെ കിടക്കുന്നു. കേരളത്തിന്റെ പോക്കെങ്ങോട്ടാ? ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരു ഉത്തരവാദിത്തമില്ലേ ജനങ്ങളോട്? ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണണം. ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന വീടുകൾ ഇനി ഉണ്ടാവരുത്. അവിടെയൊക്കെ ജനങ്ങൾ ഉണ്ടാവണം. ബാങ്കുകളിൽ ഇങ്ങനെ കോടിക്കണക്കിന് പണം കിടന്ന് ആർക്കും ഉപകാരപ്പെടാതെ, പണം എങ്ങനെയാണല്ലോ ഉപകാരപ്പെടണമല്ലോ, ആർക്കും ഉപകാരപ്പെടാതെ ബാങ്കുകളുടെ ലോക്കറിൽ അടഞ്ഞു പോകരുത്. അതൊക്കെ ജനങ്ങൾക്ക് വിനിയോഗിക്കാനാവണം. അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാവണം. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ കുറെ കൂടെ ജനാധിപത്യപരമായി ഈ രാജ്യത്തെ നയിക്കണം. വളരെ വ്യക്തമാണ്. അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ കർഷകരുടെ കണ്ണീരിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം കേരള സമൂഹത്തിൽ എല്ലാ തലത്തിലും അത് സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ ഈ ഒരു ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ കർഷകർ ഒറ്റക്കെട്ടായി നിൽക്കുക, ഐക്യത്തോടു കൂടി തന്നെ നിൽക്കുക, തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക, ഒരു സമ്മർദ്ദ ശക്തിയായി മാറുക. തീർച്ചയായിട്ടും അതിന് കർഷക സമൂഹത്തിന് സാധിക്കട്ടെ. ഈ ചർച്ചയിൽ ഉയർന്നു വന്ന നല്ല നിർദ്ദേശങ്ങൾ ഭരണകൂടങ്ങളുടെ കണ്ണ് തുറപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ജോഷോ, ഒപ്പം തന്നെ ശ്രീ അലക്സ് ഒഴുകിയിൽ, ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, 3 പേർക്കും നന്ദി.